ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജിത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു. ആപ്കി അദാലത്തില് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് രാഷ്ട്രീയത്തിലുള്ള വ്യക്തിയാണ്. ഓരോ ദിവസവും ഹെഡ്ലൈനിൽ വരുന്ന വ്യക്തിയുമാണ്. ഇദ്ദേഹം ഒരു മിനിസ്റ്ററാണ്. എന്തിനു പറയുന്നു, ജഡ്ജിമാരെ പോലും നിയന്ത്രിക്കുന്ന കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. എങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സംഭാഷണത്താൽ മറ്റുള്ളവരെ വലിയ പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കുന്ന ആളാണ്. പ്ലീസ് വെൽക്കം ഇന്ത്യയുടെ ലോ മിനിസ്റ്റർ കിരൺ റിജിജു. ആപ്കി അദാലത്തിന്റെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഷോയിൽ നമ്മുടെ ജഡ്ജിയായി ടൈംസ് ഓഫ് ഇന്ത്യയുടെ എഡിറ്റർ ദിവാകറാണ്. ഇന്ത്യയുടെ ലോ മിനിസ്റ്ററോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ്, വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ ദിവാകർ സാറിനോട് അതിനുള്ള പെർമിഷൻ നമുക്ക് ചോദിക്കാം. ഇന്നത്തെ വിചാരണ തുടങ്ങാവുന്നതാണ്. ഇദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റാരോപണം ഞാൻ ആരോപിക്കുന്നതിന് മുൻപ്, വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്ത്യയുടെ ലോ മിനിസ്റ്റർ കിരൺ റിജിജുവിന്റെ രാഷ്ട്രീയ പാത നമുക്കൊന്ന് കാണാം. ഇന്ത്യയുടെ ലോ മിനിസ്റ്റർ കിരൺ റിജിജു സുപ്രീം കോടതിയെ പറ്റി അദ്ദേഹം പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റുകൾ കാരണം വിമർശനങ്ങൾ നേരിട്ടു. കിരൺ റിജിജു കറണ്ട് ഇല്ലാത്ത, റോഡ് പോലും ഇല്ലാത്ത ഒരു ഗ്രാമത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ചൈനയുടെ അതിർത്തിയിലുള്ള അരുണാചൽ പ്രദേശിൽ നിന്നും നാഗ്പൂർ എന്ന സ്ഥലത്ത് കിരൺ റിജിജു കോളേജിൽ ബെസ്റ്റ് അത്ലറ്റിക് ആയിരുന്നു. ഇന്നും അദ്ദേഹം തന്റെ ഹെൽത്തിൽ വളരെ ശ്രദ്ധാലുവാണ്. അദ്ദേഹം മിക്കപ്പോഴും ഫുട്ബോൾ മൈതാനങ്ങളിൽ കാണപ്പെടാറുണ്ട്. ചില സമയങ്ങളിൽ ബാഡ്മിന്റൺ കളിക്കും, ചില സമയങ്ങളിൽ കരാത്തെ പ്രാക്ടീസും ചെയ്യും. കിരൺ റിജിജു മോദി സർക്കാരിൽ സ്പോർട്സ് മിനിസ്റ്ററായി തന്റെ കഴിവ് തെളിയിച്ചു. My dream is to see India come back with that glory which we have lost. ഇന്നും പല പ്ലേയേഴ്സും പറയുന്നത് കിരൺ റിജിജു ഈ ദേശത്തിന്റെ സ്പോർട്സ് കൾച്ചർ മാറ്റിയ വ്യക്തിയാണെന്നാണ്. അദ്ദേഹമുള്ള സമയത്താണ് നമ്മുടെ പ്ലേയേഴ്സ് നിറയെ മെഡലുകൾ വാങ്ങിച്ചത്. കിരൺ റിജിജു 5 വർഷത്തേക്ക് സ്റ്റേറ്റ് ഹോം മിനിസ്റ്ററായും പ്രവർത്തിച്ചു. അദ്ദേഹം പല സമയങ്ങളിലും കഠിനമായ സാഹചര്യങ്ങളിൽ സോൾജേഴ്സിനൊപ്പം കാണാൻ സാധിക്കും. ചില സമയങ്ങളിൽ ഫൈറ്റർ ജെറ്റ് പോലും അദ്ദേഹം ഓടിക്കാറുണ്ട്. കിരൺ റിജിജു ഡിജിറ്റൽ മീഡിയയിലും എപ്പോഴും ആക്റ്റീവായുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ഡാൻസ് വീഡിയോ വളരെയധികം വൈറലായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കുന്നു. കിരൺ റിജിജു നോർത്ത് ഈസ്റ്റിന്റെ പുരോഗതിക്ക് വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ലോ മിനിസ്റ്റർ ആയതിനു ശേഷം കിരൺ റിജിജു പല മാറ്റങ്ങളും കൊണ്ടുവന്നു. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലോ ഗ്രാജുവേറ്റ് നേടിയെടുത്തു. ആപ്കി അദാലത്തിൽ തനിക്കെതിരായ കുറ്റങ്ങളെ സ്വയം വാദിക്കുന്നതായിരിക്കും. വരൂ, നമുക്ക് ഇന്നത്തെ വിചാരണ ആരംഭിക്കാം. ആപ്കി അദാലത്തിൽ കിരൺ റിജിജുവിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ കിരൺ റിജിജുവിന്റെ മേൽ ചുമത്തപ്പെട്ട ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം ജുഡീഷ്യറിയെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു എന്നുള്ളതാണ്. കിരൺ സാർ, കുറച്ചു കാലമായി താങ്കളുടെ വർത്തമാനങ്ങളെല്ലാം ജുഡീഷ്യറിയിൽ വലിയ കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ വലിയ ജഡ്ജിമാരും വലിയ വലിയ ലോയേഴ്സും എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആരാണ് ഇയാൾ, ബുൾ ഇൻ ദി ചൈന ഷോപ്പ് എന്നാണ് അവർ പറയുന്നത്. ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കടയിൽ ഒരു കാള വന്നിരിക്കുന്നു എന്നർത്ഥം. അതെന്താണെന്ന് വെച്ചാൽ, എനിക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അധികാരം തന്നിട്ടുണ്ട്, ഒരു ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. അതാണ് ഞാൻ ചെയ്യുന്നത്. അതോടൊപ്പം സർക്കാരിനും ജുഡീഷ്യറിക്കും നടുവിൽ ഒരു ബ്രിഡ്ജായിട്ടാണ് ലോ മിനിസ്റ്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല.
ഇത് ചില ആൾക്കാർ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ്. തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് തെറ്റായ ന്യൂസ് കൊണ്ട് ഇത് പോർട്രേറ്റ് ചെയ്തതാണ്. ചില ആൾക്കാർക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നു. അവരത് ഫലപ്രദമായ രീതിയിൽ അവരെന്താ പറയുന്നതെന്ന് വെച്ചാ, ആദ്യം ഉണ്ടായിരുന്ന ലോ മിനിസ്റ്റേഴ്സ് എല്ലാവരും റാം ജെഠ്മലാനി, അരുൺ ജെയ്റ്റ്ലി, രവിശങ്കർ പ്രസാദ്, കപിൽ സിബിൽ, അശോക് സെൻ, ഇവരെല്ലാം വലിയ വലിയ പ്രാക്ടീസിംഗ് ലോയേഴ്സ് ആയിരുന്നു. നിങ്ങൾ അംബേദ്കറുടെ പേര് മറന്നുപോയി. അതെ അതെ, അംബേദ്കറും. ഈ എല്ലാ ലോ മിനിസ്റ്റേഴ്സും പ്രാക്ടീസിംഗ് ലോയേഴ്സ് ആയിരുന്നു. സുപ്രീം കോടതി എന്ത് ചെയ്യും, ലോയേഴ്സ് ഒക്കെ എന്താണ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. അവർ പറയുന്നത് താങ്കൾക്കൊന്നും അറിയില്ല, എന്തിന് കുതിരപ്പുറത്ത് കയറാൻ അറിയാത്ത ഒരു വ്യക്തിയെ പോലെയാണ് താങ്കളെന്ന്. ഇതുവരെ നമ്മുടെ നാട്ടിലെ ലോ മിനിസ്റ്റേഴ്സ് എല്ലാവരും, അത് നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ അവരെല്ലാവരും ഒരുപാട് അറിവുള്ളവരും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഇവർക്ക് ലോയെപ്പറ്റി അധികം കാര്യങ്ങൾ അറിയില്ലെങ്കിൽ ഇന്ന് ലോ മിനിസ്റ്ററായിട്ട് ഇരുന്നു കൊണ്ട് ലോയെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ അത് ഇഷ്ടപ്പെടുകയില്ല. ഇവർ പറയുന്നത് പോലെയല്ല, ജഡ്ജസിലെ 90% ആൾക്കാർ എന്നെപ്പറ്റി ചിന്തിക്കുകയില്ല. എനിക്കത് അറിയാം. 1-2 പേര് എനിക്കെതിരായിരിക്കും. പക്ഷേ ചില ലോയേഴ്സ്, വേറെ ഐഡിയോളജി ഉള്ളവർ, വേറെ പൊളിറ്റിക്സിലുള്ളവർ, അവിടൊക്കെ വലിയ ലോയേഴ്സൊക്കെ ഉണ്ട്. ഞാൻ ലോ മിനിസ്റ്റർ ആയതുകൊണ്ട് അവര് എന്താ പറയുന്നതെന്ന് വെച്ചാ, ഗ്രാമത്തിൽ നിന്നും വന്ന വ്യക്തിയാണ്, അവിടെയാണെങ്കിൽ കറണ്ടോ വെള്ളമോ ഇല്ല, ഒരു ട്രൈബൽ സ്ഥലത്ത് നിന്നും വന്ന വ്യക്തി ഞങ്ങൾക്ക് നിയമം പഠിപ്പിച്ചു തരികയാണോ എന്ന്. അത് സത്യമാണ്. ഞാനൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ്. അവിടെ ഒന്നുമില്ല. മോദിജി പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് അവിടെ ഏകദേശം 80% ഞങ്ങൾക്ക് ഒരു ഗതിയില്ലായിരുന്നു. അത്യാവശ്യമായ വാട്ടർ സിസ്റ്റം അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അവിടുന്നാണ് ഞാൻ വന്നത്. അതുകൊണ്ട് അവരെന്താണോ ചിന്തിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത്. അത് അവർ അംഗീകരിക്കുന്നില്ല. അവരെന്താണ് ചിന്തിക്കുന്നത് വെച്ചാൽ, ഒരുപാട് വർഷങ്ങളായിട്ട്, 50 വർഷമായിട്ട്, 80 വർഷമായിട്ട് ലോ പഠിച്ച ശേഷം അവർ അവിടുത്തെ കോടതികളിൽ വർക്ക് ചെയ്യുന്നു. പുതുതായിട്ട് ഒരാൾ ദൂരത്തു നിന്ന് വന്നിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് പ്രശ്നമാണ്. ഇത് അവരുടെ ലക്ഷ്യത്തിന്റെ പ്രോബ്ലമാണ്. അതുകൊണ്ട് ചില ആൾക്കാർ 2-3 സീനിയർ MP, അതുപോലെ കോൺഗ്രസിന്റെ ഫോർമർ മിനിസ്റ്റർ, ഇവരൊക്കെ പറഞ്ഞതാണ് ഇയാള് പുതിയതായിട്ട് വന്ന ആളാണ്, അതുകൊണ്ട് ഇയാൾക്കൊന്നും അറിയില്ലെന്ന്. ഓക്കെ, ഞാൻ പുതിയ ആളാണ്, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കേൾക്കണമല്ലോ. പക്ഷേ രാജ്യത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ പാർലമെന്റില് ജുഡീഷ്യറിയെ ഇത്രത്തോളം അറ്റാക്ക് ചെയ്ത ഒരു ലോ മിനിസ്റ്റർ ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എങ്കിൽ അത് അറ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല. അത് ജുഡീഷ്യറിയെ നമ്മളൊക്കെ ബഹുമാനിച്ചേ മതിയാകൂ. ഇന്ത്യയുടെ ജനാധിപത്യം വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് നീതിന്യായ സിസ്റ്റം, ജുഡീഷ്യൽ സ്ട്രക്ചർ വളരെയധികം സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജുഡീഷ്യൽ സിസ്റ്റത്തെയോ അതിന്റെ വ്യവസ്ഥകളെയോ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും പിന്നെ ലെജിസ്ലേച്ചറും നമ്മൾ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഇടയിലൊരു ലക്ഷ്മണരേഖ വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ മുഖേന നമുക്കത് ലഭിച്ചിട്ടുണ്ട്. അത് ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാൽ നമ്മുടെ രാജ്യത്തിനത് നല്ലതാണ്. പക്ഷേ താങ്കൾ വലിയൊരു ലക്ഷ്മണരേഖയാണ് വരച്ചിരിക്കുന്നത്. എന്റെ പക്കൽ 7-8 ദിവസത്തെ ന്യൂസ് ആർട്ടിക്കിൾ ഉണ്ട്. പല പല ന്യൂസ് പേപ്പേഴ്സാണ്. അതിന്റെ ഹെഡ്ലൈൻ ഞാനൊന്ന് വായിക്കാം. സുപ്രീം കോടതി ഭരണഘടനയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, കിരൺ റിജിജു. ചിലർ ഭരണഘടനയേക്കാൾ ഉയർന്നവരാണെന്ന് കരുതുന്നു, കിരൺ റിജിജു. കിരൺ റിജിജു ജഡ്ജിമാരെ ടാർഗറ്റ് ചെയ്യുന്നു. ജഡ്ജിമാർ ഇലക്ഷനിൽ നിൽക്കാറില്ല, കിരൺ റിജിജു. കിരൺ റിജിജു എന്താ പറയുന്നതെന്ന് വെച്ചാൽ, IBN റോ റിപ്പോർട്ടെല്ലാം റിജക്റ്റ് ചെയ്യുന്നത് തെറ്റായ കാര്യമാണെന്ന്. കിരൺ റിജിജു സുപ്രീം കോടതിയെ റോങ് എന്ന് വിളിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞാൻ വായിച്ചുകൊണ്ട് പോയെങ്കിൽ വൈകുന്നേരം ആവും, അത്രയ്ക്ക് ഹെഡ്ലൈനാണ് ഉള്ളത്. പക്ഷെ താങ്കളൊന്നും പറയുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അതെന്താണെന്ന് വെച്ചാൽ രജി സാർ, മോദിജിയുടെ ഉത്തരവാദിത്വത്തിൽ ഗവൺമെന്റ് 8.5 വർഷം ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. ഈ 8.5 വർഷത്തിൽ നമ്മുടെ ഗവൺമെന്റ് ജുഡീഷ്യറിയെയോ ജുഡീഷ്യറിയുടെ അധികാരത്തെ കുറച്ച് കാണാനോ അല്ലെങ്കിൽ ജുഡീഷ്യറിയെ അപമാനപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പോലും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റിയാക്ഷൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ചില കാര്യങ്ങൾ, അതായത് സുപ്രീം കോർട്ടിൽ ബെഞ്ചിൽ ഫയൽ വെച്ച് ഇരിക്കുന്ന ആൾക്കാർ, അവര് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞാൽ മതിയാകൂ. ഞാനിവിടെ ഫയൽ വെച്ചിട്ട് വെറുതെ ഇരിക്കുകയൊന്നുമല്ല. എൻ്റെ രീതിയിൽ ഞാൻ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതൊരിക്കലും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പാടില്ലെന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. കോർട്ടും ഇത് നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ ഒരു ലോ അതല്ലെങ്കിൽ- മിനിസ്റ്ററും സുപ്രീം കോടതിക്ക് മറുപടി ഒന്നും കൊടുക്കാറില്ല. പക്ഷേ താങ്കൾ മാത്രമേ ഇങ്ങനെയുള്ളൂ. അല്ലല്ല, ആദ്യമൊക്കെ മറുപടി കൊടുത്തുകൊണ്ടിരുന്നു. പാർലമെന്റിലെ ഡിസ്കഷനിലും ഞാൻ പങ്കെടുത്തിരുന്നു. ഞാനും പാർലമെന്റിൽ സംസാരിച്ചിരുന്നു, അതായത് പാർലമെന്റ് ഓഫ് മെമ്പേഴ്സ്. ലോക്സഭയിലും രാജ്യസഭയിലും ജുഡീഷ്യറിയെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നു. ജുഡീഷ്യറിക്ക് ഒരു കുറവും സംഭവിക്കാതെ ലാംഗ്വേജ് യൂസ് ചെയ്താൽ അത് നന്നായിരിക്കും. അത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ചില കാര്യങ്ങൾ അത് കോർട്ട് മുഖേനയോ അല്ലെങ്കിൽ കോർട്ടിലെ ജഡ്ജി മുഖേനയോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഗവൺമെന്റിന് അനുകൂലമല്ല എങ്കിൽ അപ്പോ ഞാൻ അതിന് ലളിതമായൊരു വഴിയിൽ ഞാൻ അതിന് മറുപടി പറയാറുണ്ട്. അത് വ്യക്തമാക്കി കൊടുക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം ന്യൂസ് പേപ്പറിലൊക്കെ വന്നത്. ഞാനൊരിക്കലും തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഞാൻ എന്റെ ലളിതമായ വഴിയെന്ന് താങ്കൾ പറഞ്ഞു. അതിനൊരു ഉദാഹരണം ഞാനിപ്പോൾ പറയാം. സുപ്രീം കോടതിയുടെ കൊളീജിയം സൗരവ് കൃപാലിനെ സുപ്രീം കോടതിയുടെ ജഡ്ജി ആക്കണമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹത്തെ താങ്കൾ ഐബിൻ റോയിൽ കുടുക്കിയിരിക്കുന്നു. അതായത് ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് പ്രോസസ് അത് വളരെയധികം സെൻസിറ്റീവായ പ്രോസസ്സാണ്. അതുമാത്രമല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഡിസ്കഷൻ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ആ പ്രോസസ്സ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാറേ ഇല്ല. അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ഡിസിഷനാണ് എടുക്കുന്നത്, എന്ത് സ്റ്റെപ്പാണ് എടുക്കുന്നത്, അത് വളരെയധികം ആലോചിച്ചാണ് എടുക്കുന്നത്. അതുമാത്രമല്ല, അവർക്ക് ഒരു പോളിസി ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ എൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും പബ്ലിക് ഡൊമൈനിൽ സംസാരിക്കാറില്ല. പക്ഷേ ഇതവര് പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവന്നല്ലോ. പക്ഷെ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൗരവ് കൃപാലിനെ എന്തുകൊണ്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ അദ്ദേഹം സെയിം സെക്സിന്റെ സപ്പോർട്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ബോയ് ഫ്രണ്ട്, അതായത് അദ്ദേഹത്തിനൊപ്പമുള്ള പാർട്ണർ ഒരു സിസ് സിറ്റിസൺ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ലെന്ന്. ഈ കാര്യങ്ങളൊക്കെ സുപ്രീം കോർട്ട് കൊളീജിയം പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എവിടെയാണോ പറയേണ്ടത്, ഏത് ഫോറമിലാണ് പറയേണ്ടത്, ആസ് എ ലോ മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള ആൾക്കാർ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് വെച്ചാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അതോടൊപ്പം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആപ്കെ അദാലത്തിൽ വന്നിരിക്കുന്നു, അതിന് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷെ താങ്കൾ പറഞ്ഞിരിക്കുന്നല്ലോ, ജഡ്ജിമാരെല്ലാം IB റോ റിപ്പോർട്ട് ഇത് പബ്ലിക് ആക്കാൻ പാടില്ലെന്ന്. പക്ഷെ അവര് പറയുന്നത് ഇത് ട്രാൻസ്പെറന്റ് ആണ്, എന്തുകൊണ്ട് പബ്ലിക് ആക്കാൻ പാടില്ലെന്ന്. ട്രാൻസ്പെറൻസി ആയിട്ടുള്ള ചില കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നാടിൻ്റെ നന്മയ്ക്കുള്ള ചില കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റില്ലെങ്കിൽ ആ കാര്യങ്ങൾ പറയാൻ പാടില്ല. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഏതൊക്കെ കാര്യങ്ങൾ പറയണം, ഏതൊക്കെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതിനെ പറ്റി നമ്മൾ ഓർക്കണം. ഇന്ന് ആപ്കെ അദാലത്തിൽ ജനങ്ങൾ വന്നിട്ടുണ്ട്, സന്ദർഭമുണ്ട്, എവിഡൻസും ഉണ്ട്. ഇപ്പൊ താങ്കൾ പറയൂ. ഇല്ല, ഇപ്പോൾ ഈ ആപ്കെ അദാലത്തിൽ വന്നിരിക്കുന്ന ജനങ്ങളൊക്കെ, നിങ്ങളോടൊക്കെ ഞാൻ ഒരു കാര്യം പറയാം, വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം. അതെന്തിനാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പറയാൻ പാടില്ല എങ്കിൽ പറയാൻ പാടില്ലെന്ന് തന്നെ അവർ പറയും. അവർ തന്നെ വേണ്ടെന്ന് പറയും. പക്ഷെ ജഡ്ജിമാരെന്താ കരുതുന്നെന്ന് വെച്ചാ ഗവൺമെന്റ് സുപ്രീം കോടതി ജഡ്ജിമാരെ തീരുമാനിക്കുന്നതിൽ ഇന്റർഫിയർ ആകുന്നു എന്ന്, ഗവൺമെന്റിന് ഇഷ്ടപ്പെട്ട ആൾക്കാരെ ജഡ്ജി ആക്കുന്നു എന്ന്. ശരിക്കും പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ സുതാര്യമാണ്. ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ 93 വരെ ഗവൺമെന്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലും അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷനിലും അത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്ക്, ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റ് ആരാണ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അതിനുശേഷം റൂൾസൊക്കെ മാറ്റിയിട്ടുണ്ട് 93ക്ക് ശേഷം. അതിനുശേഷം സുപ്രീം കോർട്ട് തങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് അത് ഏറ്റെടുത്തു. കൊളീജിയം ഉണ്ടാക്കി ഹൈക്കോടതി ജഡ്ജസിന് വേണ്ടിയിട്ട്. സുപ്രീം കോടതിക്ക് വേണ്ടി 3 മെമ്പേഴ്സ്, ഹൈക്കോടതിയിലേക്ക് 2 മെമ്പേഴ്സിനെ അയക്കാൻ വേണ്ടിയിട്ട് അവിടെ 3 കൊളീജിയം. 93ലാണ് ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത്. 98ൽ അത് എക്സിക്യൂട്ട് ചെയ്തു. കോർട്ട് ഓർഡർ കൊണ്ട് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടും മാറി, അത് പൂർണ്ണമായിട്ടും മാറി. ഇപ്പോ ഇതില് ഞാനെന്ത് പറയാനാണ്, ഇതില് ആരാണോ തീരുമാനമെടുത്തത് അത് ഈ നാട്ടിലെ ജനങ്ങൾ. അല്ല, പ്രോബ്ലം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ജഡ്ജിമാരെല്ലാം ഇലക്ഷനിൽ നിൽക്കണമെന്ന് പറയുമ്പോൾ, അവർക്കും അക്കൗണ്ടബിലിറ്റി വേണമെന്ന് പറയുമ്പോൾ. അതെ, ഇലക്ഷനിൽ നിൽക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട്. ജഡ്ജസൊക്കെ ഇലക്ഷനിൽ നിൽക്കേണ്ട ആവശ്യമില്ല, മത്സരിക്കാതെയാണ് അവർ ജഡ്ജസ് ആകുന്നത്.
ചില ആൾക്കാർ പറയുന്നത് അവർക്ക് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവണം. കാരണം ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ഒരാൾക്കും ചോദ്യം ചെയ്യപ്പെടാതെ നേതാവാകാൻ കഴിയില്ല. രജസ് സാർ, ഞാൻ നിങ്ങളുടെ വ്യക്തമായിട്ട് പറയുകയാണ്, ജനാധിപത്യത്തിൽ അധികാരി എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയാണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ബഹുമാനിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. അത് എല്ലാവരും ഫോളോ ചെയ്യണം. അതൊരു വിശുദ്ധ ഗ്രന്ഥമാണ്. ജഡ്ജസിനിടയിൽ ഇലക്ഷൻ നടക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. പക്ഷേ ജഡ്ജസ്ക്ക് ഒരു കാര്യം ഓർക്കണം, ജനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ലപോലെ ജോലി ചെയ്യണം. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനോടൊപ്പം താങ്കൾ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാ ജഡ്ജിമാരെല്ലാം ഭരണഘടനയെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ ലോ മിനിസ്റ്റർ ആകുന്നതിന് മുൻപ് തന്നെ ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ മന്ത്രി ആകുന്നതിന് മുൻപ് ഓപ്പോസിഷൻ MP ആയിരുന്നപ്പോൾ അപ്പോഴും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. സുപ്രീം കോർട്ട് പല പാർലമെന്ററി പവേഴ്സും അവരുടെ കയ്യിലേക്ക് എടുത്തു. ഇത് ഞാൻ പുതുതായിട്ട് പറഞ്ഞ കാര്യമൊന്നുമല്ല, പല വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതാണിപ്പോൾ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. പുതിയ കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ ജുഡീഷ്യറിയെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു എന്ന്. കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിക്കാനും പറ്റില്ല. അതാണ് ഞാൻ താങ്കളോട് നേരത്തെ തന്നെ പറഞ്ഞത്. നമ്മുടെ മോഡിജി ഈ 8.5 വർഷം കൊണ്ട് ജുഡീഷ്യറിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ജഡ്ജസിന്റെ ഫെസിലിറ്റി കൂട്ടിയിട്ടുണ്ട്. കോർട്ട് റൂം ഉണ്ടാക്കാനായും ലോയേഴ്സിന്റെ റൂം ഉണ്ടാക്കാനായിട്ടും ആദ്യമൊക്കെ 2000-3000 വളരെ പാടുപെട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അടുത്ത 4.5 വർഷത്തേക്ക് ചെലവ് ചെയ്യാൻ വേണ്ടിയിട്ട് 9,000 കോടി. ഇവിടെയുള്ള കോടതികളിലൊക്കെ പ്രത്യേകം ഫെസിലിറ്റി സെന്റർ ഉണ്ടാക്കാനായിട്ട് ഇത്രയും കാശ് റിലീസ് ചെയ്യുകയും ചെയ്തു. ഈ മോദിജിയുടെ സർക്കാർ ജുഡീഷ്യറിക്ക് വേണ്ടിയിട്ട് ചെയ്ത പകുതി കാര്യങ്ങൾ പോലും മുൻപുണ്ടായിരുന്ന ഗവൺമെന്റ് ചെയ്തിട്ടേ ഇല്ല. മാത്രമല്ല, ഞാൻ ജുഡീഷ്യറിയെ ഹൈജാക്ക് ചെയ്യുകയാണെന്ന് അവരെന്റെ മേൽ കുറ്റം ആരോപിക്കുകയും ചെയ്യാണ്. ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. ഒരു പക്ഷേ ഇങ്ങനെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് ഉറപ്പായി എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകും. കാരണം രജീഷ് സാർ, താങ്കൾക്കിത് മനസ്സിലായി കാണും. കമ്മിറ്റഡ് ജുഡീഷ്യറിയുടെ ആർഗ്യുമെന്റ് ഇത് ആദ്യമായിട്ട് ഈ നാട്ടില് ഇന്ദിരാഗാന്ധിജിയുടെ സമയത്താണ് വന്നത്. ആ സമയത്ത് ജഡ്ജസിന്റെ സീനിയോറിറ്റിയും സൂപ്പർ സെഷൻ ചെയ്ത് ജൂനിയർ ജഡ്ജസിനെ സീനിയർ ജഡ്ജാക്കി മാറ്റുമായിരുന്നു. എമർജൻസി കൊണ്ടുവന്നു. ആ സമയത്ത് ജുഡീഷ്യറിയെ കൺട്രോളിൽ കൊണ്ടുവന്നു. ആ ആൾക്കാരാണ് ഇപ്പോൾ ജുഡീഷ്യറിയെ ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നത്. ശരി, നിങ്ങളൊരു എക്സാമ്പിൾ കാണിക്കൂ. എപ്പോഴാണ് ഞങ്ങളുടെ സർക്കാർ ജുഡീഷ്യറിയുടെ വാക്ക് അനുസരിക്കാത്തത്? അല്ലെങ്കിൽ ഞങ്ങൾ ജുഡീഷ്യറിയെ ഏതെങ്കിലും രീതിയിൽ വില കുറച്ച് കാണാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഉദാഹരണം പറയാം. ഉണ്ടെങ്കിൽ പറയൂ. കിരൺ റിജിജു ലോ മിനിസ്റ്ററാണ്. താങ്കൾ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ ജഡ്ജിമാർ ആലോചിച്ച് സംസാരിക്കണമെന്ന്. ജഡ്ജിമാരെല്ലാം ജഡ്ജ്മെന്റ് കൊടുക്കുന്നതിന് മുൻപ് ആവശ്യമില്ലാത്ത കമന്റ് ഒന്നും കൊടുക്കാൻ പാടില്ലെന്ന്. ഇത് ഓൾഡ് വിസ്ഡമാണ് സാർ. ജഡ്ജ് സ്പീക്ക് ത്രൂ ഹിസ് ജഡ്ജ്മെന്റ്. അല്ലെങ്കിൽ കോർട്ടിന്റെ തീരുമാനമാണ് അന്തിമമായിട്ടുള്ളത്. അതിനുശേഷം അതിന്റെ മേൽക്കോടതി അത് റിവ്യൂവിന് മുമ്പ് ഇത് തന്നെയാണ് അന്തിമം. കോർട്ടിന്റെ ഡിസിഷനാണ് ഫൈനൽ. അതുകൊണ്ട് കോർട്ടില് ജഡ്ജ്മെന്റ് കൊടുക്കുന്നത് ജഡ്ജസ് ആണ്. അവർ ജഡ്ജ്മെന്റ് എഴുതാതെ വേറെന്തെങ്കിലും അഡ്വൈസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ശരിയായ കാര്യമല്ല. അത് ആസ് എ ലോ മിനിസ്റ്റർ ഞാനത് പറഞ്ഞാൽ മതിയാകൂ. താങ്കൾ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി ജഡ്ജിമാർ ബെയിൽ അപ്ലിക്കേഷൻ കേൾക്കാൻ പാടില്ല, വെറുതെ സമയം കളയുകയാണെന്ന്. അല്ല, സുപ്രീം കോടതി ബെയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോടതി നമ്മുടെ നാട്ടിലെ പരമോന്നത നീതി പീഠമാണ്. അവിടെ എപ്പോഴും വലിയ കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റർ, വലിയ കാര്യങ്ങൾ അതൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ബെയിൽ ആപ്ലിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂ അല്ലെങ്കിൽ ലിബർട്ടി ഇഷ്യൂ അല്ലെങ്കിൽ തൂക്കിലേറ്റുന്ന കേസായിരിക്കാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന്റെ ബെയിലൊക്കെ ചോദിക്കാം. പിന്നെ ഈ 420 കേസസ്, അതിന് എന്തെങ്കിലും ബെയിൽ വേണമെങ്കിൽ അതിന് സുപ്രീം കോടതി പോകുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കോടതിയുടെ സമയമാണ് വേസ്റ്റ് ആകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കലും സുപ്രീം കോടതി ബെയിൽ പെറ്റീഷൻ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് വലിയ വലിയ ലോയേഴ്സ് എല്ലാം താങ്കൾക്ക് നിയമം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ലെന്ന് പറയുന്നത്. ജസ്റ്റിസ് കൃഷ്ണയ്യർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ബെയിൽ നോട്ട് ജയിൽ ഇസ് ദി റൂൾ. റൂളല്ല, ഇത് എങ്ങനെയാണ് നോക്കുന്നത് വെച്ചാൽ ആദ്യം ബെയിൽ കിട്ടുന്നത് ഒരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ വീണ്ടും ജയിലിലേക്ക് തന്നെ പോകണം. ഇതാണ് പ്രിൻസിപ്പിൾ. ഇത് ലീഗൽ വിസ്ഡമിന്റെ ഒരു കാര്യമാണ്. ഇതുപോലുള്ള ഒരു റൂളുമില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ എന്താണ് കരുതുന്നതെന്ന് വെച്ചാൽ വണ്ടിയും കരണ്ടും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്തു നിന്നും വന്നൊരു വ്യക്തി ഞങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന്. അല്ല, ജഡ്ജസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞതൊക്കെ അത് കോൺഗ്രസ്, അതുപോലെ വലിയ വലിയ പൊളിറ്റിക്കൽ പാർട്ടി, അവരൊക്കെ പാർലമെന്റ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു, കോർട്ടും നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു.
അവര് പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞത് പൊക്കിക്കൊണ്ടുവരുന്നു. കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവായ ജയറാം രമേശ്, അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ കിരൺ റിജിജു ജുഡീഷ്യറിയെ ഭീഷണിപ്പെടുത്തുകയാണ്. അദ്ദേഹം ഒരു പോയിസൺ പിൽ ഫോർ ജുഡീഷ്യറി, അതായത് താങ്കൾ ജുഡീഷ്യറിക്ക് ഒരു വിഷഗുളികയാണെന്ന്. അത് രജത് സാർ, ഓപ്പൺ ക്യാമറയിൽ രജത് സാർ ഒന്നും തന്നെ പറയില്ല. നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ജഡ്ജസിനോട് സംസാരിച്ച് നോക്കൂ. എൻ്റെ ജോലി ചെയ്യുന്ന രീതികളോ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ജഡ്ജസിനോടൊന്ന് ചോദിച്ചു നോക്ക്. എല്ലാ ജഡ്ജസും ഒരേ കാര്യം തന്നെ പറയുകയുള്ളൂ. ഞാൻ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, രണ്ടുപേരെ എതിരായിട്ട് മീറ്റ് ചെയ്യണം. എങ്ങനെ മീറ്റ് ചെയ്യണം? എനിക്ക് അർഗൻസിയോ അതുപോലെ ഭീഷണിപ്പെടുത്തുന്ന സ്വഭാവമില്ല. അപ്പോൾ കോൺഗ്രസ് അവർ തന്നെ അവരുടെ ഭാവനയിൽ നിന്ന് പറയുന്നതാണ്. ഇത് പറയുന്നത് ജഡ്ജല്ല, ഇത് പറയുന്നത് ജുഡീഷ്യറി അല്ല, ഇത് പറയുന്നത് കോൺഗ്രസ് ആണ്. താങ്കൾക്ക് മറ്റൊരു സുഹൃത്തുമുണ്ട്, അരവിന്ദ് കെജ്രിവാൾ. അരവിന്ദ് കെജ്രിവാൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, BJP എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. CBI, ED. ഇപ്പോൾ ജുഡീഷ്യറിയിലും കോടതിയുടെ മുകളിലും ആവശ്യമില്ലാത്ത നിയന്ത്രണം കൊണ്ടുവരാൻ നോക്കുന്നു. ഇതിന്റെയൊക്കെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അരവിന്ദ് കെജ്രിവാളിന്റെ സംസാരമൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണ്ട. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് കരുതി പറയുന്നതാണ്. മാത്രമല്ല, അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ആ കേജ്രിവാൾ തന്നെയാണ് CM ആകുന്നതിന് മുമ്പേ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതും. അദ്ദേഹം ഒരു വിധത്തിലുള്ള അനാർക്കിസ്റ്റാണ്, ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തലയും വാലില്ലാത്ത സംസാരമൊക്കെ സംസാരിക്കുന്നത്. ഇദ്ദേഹത്തെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇപ്പോൾ CM ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറുമുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുമുണ്ട്. ഇതിലെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, നല്ലതായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. പരസ്പരം കാണുമ്പോൾ നല്ലപോലെ സംസാരിക്കുന്ന ആൾ പുറത്തു നിന്ന് കഴിയുമ്പോൾ ഇങ്ങനെ പരദൂഷണമൊക്കെ എന്തിനാണ് പറയുന്നത്? അതോടൊപ്പം രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധി എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ജുഡീഷ്യറിയെ നിയന്ത്രിക്കാൻ നോക്കുന്നു, അതിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ നോക്കുന്നു. അതുകൊണ്ട് ജുഡീഷ്യറി താങ്കൾക്ക് ഫേവറായിട്ട് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് എഴുതി കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ അഡ്വൈസേഴ്സൊക്കെ എന്താണ് പറയുന്നത് അതാണ് അദ്ദേഹം വേദിയിൽ പറയുന്നത്. ഒരുപക്ഷെ അതല്ല പറയുന്നെങ്കിൽ അദ്ദേഹം പെട്ടുപോകും. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാർട്ടിയെ സംരക്ഷിക്കാനായി അദ്ദേഹത്തിന് 24 മണിക്കൂർ സമയം തികയുന്നില്ല. അതുകൊണ്ട് ആൾക്കാരെന്തൊക്കെയോ പറയുന്നു, ഞാനും ബഹുമാനിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, കോൺഗ്രസിന്റെ ലീഡറുമാണ്, അതിനുള്ള ബഹുമാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം സംസാരിക്കുന്ന സംസാരമെല്ലാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം BJPക്ക് ഒരു പ്രശ്നവുമല്ല, നമ്മുടെ നാടിനാണ് നഷ്ടം അദ്ദേഹത്തിന് സംസാരം കേൾക്കുന്നത് കൊണ്ട്. അടുത്തതായി കപിൽ സിബൽ, അദ്ദേഹം ലോ മിനിസ്റ്ററായിട്ട് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കിരൺ റിജിജുവിന് സുപ്രീം കോടതി എന്താണെന്ന് അറിയത്തില്ല, നിയമം എന്താണെന്ന് അറിയില്ല, ലോയേഴ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയില്ല, പക്ഷേ ലോ മിനിസ്റ്റർ ആയെന്ന്. കപിൽ സിബൽ സീനിയറാണ്. അദ്ദേഹം 4 മാസത്തിന് മുമ്പായിട്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് സുപ്രീം കോടതിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയെന്നാണ്. സുപ്രീം കോടതി പറയുന്ന ഒരു കാര്യം അംഗീകരിക്കില്ല എന്ന് പറയുന്ന ആള് എന്റെ മേലിൽ കുറ്റം ആരോപിക്കുകയാണ്. സോ അങ്ങനെയുള്ള ഒരാളോട് എനിക്ക് സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അദ്ദേഹത്തിന് ആരാണോ കൂടുതൽ കാശ് കൊടുക്കുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യും, അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് ഇൻഡിപെൻഡന്റ് വ്യൂസ് ഒന്നും ഇല്ല. ഞാൻ മറ്റു വക്കീലന്മാരെ കുറ്റം പറയുകയൊന്നുമല്ല, ഞാൻ സിബിൽ സാറിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. അതായത്, ഞാൻ വന്നത് ഗ്രാമത്തിൽ നിന്നായിരിക്കാം, പക്ഷേ എനിക്കും ആലോചിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ട്. മോഡിജി എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണെങ്കിൽ നല്ലപോലെ ആലോചിച്ചിട്ടല്ലേ ആ തീരുമാനം എടുക്കുകയുള്ളൂ. പക്ഷേ ഈ വലിയ വലിയ ലോയേഴ്സ് എന്താണെന്ന് കരുതുന്നതെന്ന് വെച്ചാൽ, താങ്കൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോയേഴ്സിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന്. സുപ്രീം കോടതിയിലും റീജിയണൽ ലാംഗ്വേജ് വേണമെന്ന് താങ്കൾ ആവശ്യപ്പെടുന്നു. രജത് സാർ, ഇത് തെറ്റായിട്ട് എടുക്കരുത്. കാരണം ഇവിടെ ഇരിക്കുന്നതിൽ ഒരുപാട് ആൾക്കാർ ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരാണ്. ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കുന്ന ആൾ ആരാണോ അവർ കോർട്ട് ഫീസ് വളരെയധികം കൂടുതലായിരിക്കും. അയാൾക്ക് 20, 30, 40 ലക്ഷം വരെയൊക്കെ കിട്ടും. അപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കുന്ന ആൾക്ക് വളരെയധികം കുറച്ചുള്ള കാശേ കിട്ടുള്ളൂ. നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്ത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ കഴിയേണ്ടത്? അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും ഇത് ഉറപ്പായിട്ടും ഉണ്ട്. റീജിയണൽ ഭാഷയിൽ, അതായത് നമ്മുടെ സ്വന്തം ഭാഷയിൽ, ഹിന്ദിയില്, തമിഴില്, തെലുങ്കില്, ബംഗാളില്, മറാഠി, പഞ്ചാബി, അങ്ങനെ ഏതൊക്കെ ഭാഷകളുണ്ടോ അതിൽ നമുക്ക് വാദിക്കാൻ പറ്റുമല്ലോ. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്?
എന്താ ഇംഗ്ലീഷിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ? അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിജി 2015 പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇന്ത്യൻ ഭാഷകളിൽ ഇന്ത്യൻ കോർട്ടിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിനെപ്പറ്റി ആലോചിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. ജസ്റ്റിസ് ബോബ്ഡെ സാർ, ഇന്ത്യയുടെ ഫോർമർ ചീഫ് ജസ്റ്റിസ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി എന്നോട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഒരു വൊക്കാബുലറി ഉണ്ടാക്കുകയും ഡാറ്റ ബാങ്ക് ഉണ്ടാക്കുകയും ഇന്ത്യൻ ലാംഗ്വേജുകളിൽ മെയിൻ പോയിന്റുകളില്ലെങ്കിൽ കോമൺ ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിക്കുകയും ചെയ്തു, സെർച്ച് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പിന്നെ സുപ്രീം കോടതിയും ഈ കാര്യം അംഗീകരിക്കുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഉള്ള ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് സാറ് എന്നോട് സംസാരിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയുടെ പഴയ ജഡ്ജ്മെന്റുകളെല്ലാം പ്രത്യേകം ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പബ്ലിക്കിന് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കോവിഡ് ടൈമിലും നിങ്ങൾക്കറിയാം കോടതിയിൽ പോയിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ ടെക്നോളജി, ഓൺലൈൻ പ്രോസസ്, വീഡിയോ കോൺഫറൻസിന് വേണ്ടിയിട്ട് മോദിജിയുടെ ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം അതോടെ യാഥാർത്ഥ്യമായി. അത് മുഖേനയാണ് നമ്മുടെ കോർട്ടെല്ലാം സ്ട്രോങ് ആയി മാറി. അതുകൊണ്ട് തന്നെയാണ് കോവിഡ് ടൈമിൽ നമ്മുടെ ഇന്ത്യൻ കോടതിയൊക്കെ സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടിരുന്നത്. അതായത് വലിയ ലോയേഴ്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കിരൺ റിജിജു പ്രാക്ടീസ് ചെയ്തിട്ടില്ല, പണമൊന്നും സമ്പാദിച്ചിട്ടില്ല, ഞങ്ങളുടെ വയറ്റിൽ എന്തിനു അടിക്കുന്നു എന്ന് ചോദിക്കുന്നു. ഇല്ല, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ, നാട് എങ്ങനെയാണ് വളരുന്നത്, നാടിന് പുരോഗതി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, അത് ഉണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ട് ജോലി കൂടുതലാകുന്നു, അതോടൊപ്പം കേസസും അധികമാകുന്നു, അതോടൊപ്പം പല കാര്യങ്ങളും ജുഡീഷ്യൽ റിവ്യൂസിന് വരുന്നു. അതുകൊണ്ട് ഒരുപാട് ലോയേഴ്സിനും അവസരം കിട്ടുന്നു. സോ ലോയേഴ്സിന് ഒരുപാട് ജോലികൾ കിട്ടുന്നു. അതാണ് എന്റെ സ്വപ്നം. എല്ലാ ജോലികളും ഒരു പ്രത്യേകം വക്കീലന്മാർക്ക് പോകുന്നതിനോട് എതിരാണ് ഞാൻ, ഉറപ്പായും എതിരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള സീനിയർ ലോയേഴ്സ് അവരവരുടെ കേസ് ജൂനിയേഴ്സിനും ഷെയർ ചെയ്യണം. കോവിഡ് ടൈമിൽ ചില ജഡ്ജിമാര് 1 കോടി 2 കോടിയൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട്. ജഡ്ജി അല്ല, ലോയർ അല്ലേ? അതെ, ലോയർ. ഞാൻ ജഡ്ജിനെ പറ്റി അല്ല പറഞ്ഞേ, ജഡ്ജിമാരെ കുറിച്ച് പറയാനേ പാടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ലോയർ അത്രയും സമ്പാദിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് ലോയേഴ്സ് ഉണ്ട്. നിങ്ങൾക്കെല്ലാം ഒരു ദിവസം 10 രൂപ പോലും ലഭിക്കില്ല. അത് നല്ലതല്ല. അതുകൊണ്ട് ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അതായത് ഇപ്പോ കോടതിയിൽ പുതിയ ചെറിയ വക്കീലന്മാരൊക്കെ വന്നിട്ടുണ്ട്. അവർക്കും അവസരം ലഭിക്കണം. ഇന്ത്യൻ ലാംഗ്വേജിലെ വാദങ്ങളൊക്കെ കോടതി നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും അവസരം ലഭിക്കും. ജനങ്ങൾ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ലോ മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാം. സർ, ഇതുവരെ എന്ത് റീസൺ ഉണ്ടായിട്ട് ഇത്രയും കേസ് പെൻഡിങ്ങിലായത്? സർ, ഇതുപോലെ കേസ് പെൻഡിങ് വരാതിരിക്കാൻ ഫ്യൂച്ചറിൽ എന്ത് സൊല്യൂഷനാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം തീർപ്പാക്കാൻ വേണ്ടിയിട്ട്? ഇപ്പോ നമ്മുടെ കോടതികളിൽ ഏകദേശം 4,90,000 കേസുകളോളം പെൻഡിംഗ് ഉണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല സ്റ്റെപ്പുകളും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എല്ലാറ്റിനുമുപരി ഇപ്പോൾ നല്ല ടെക്നോളജിയും വന്നിട്ടുണ്ടല്ലോ. പിന്നെ ഇത്രയും കേസുകൾ അത് പെട്ടെന്ന് എങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക? അതിനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുണ്ട്, പോലീസുണ്ട്. ലോയേഴ്സിനും ടൈം വേണം, പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പൊ കേസ് കൂടി വരും, ഹിയറിംഗ് ഉണ്ടാകും, അത് ഡിസ്പോസ് ആകുകയും ചെയ്യും. പ്രോസസ്സിംഗ് വലുതാണ്. മറ്റൊരു രീതിയിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് ഞങ്ങൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. ചില കേസൊക്കെ കോടതി പോകുന്നതിന് മുമ്പായിട്ട് മീഡിയേഷൻ വഴി നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് മെക്കാനിസവും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഓർബിറ്റേഷൻ ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും. ഗ്രാമങ്ങളിലൊക്കെ ചില കേസുകളുണ്ട്. അത് ഫാമിലി മാറ്റർ ആണെങ്കിലും കമ്മ്യൂണിറ്റി വഴി മീഡിയേഷൻ ചെയ്ത് ഞങ്ങളത് പരിഹരിക്കാറുണ്ട്. കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല. സോ ഇങ്ങനെയുള്ള പല മാർഗങ്ങളും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കോടതിയിലെ ഒരുപാട് കോടതികളുണ്ട്. ഹൈക്കോടതി, സുപ്രീം കോടതി, ലോയർ ജുഡീഷ്യറി. ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി തരുന്ന സപ്പോർട്ട് കൊണ്ട് കോടതിയൊക്കെ ഇപ്പോൾ വളരെ ആക്റ്റീവാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവിടെയുള്ള പെൻഡിങ്സ് എല്ലാം ഞങ്ങൾ ഉറപ്പായിട്ടും കുറയ്ക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ജഡ്ജ് ഒരു ദിവസം കൊണ്ട് 100 കേസുകളൊക്കെ നോക്കുകയാണെങ്കിൽ 200 പുതിയ കേസുകൾ വരും. കേസ് ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയാണ്. പുതിയ കേസിലുള്ള രജിസ്ട്രേഷൻ ഡബിൾ സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേസൊക്കെ പെൻഡിംഗ് ആണ്. ഡിസ്പോസൽ റേറ്റ് വളരെയധികം കൂടിയിട്ടുണ്ട്. പക്ഷേ ഇതും മതിയാവില്ല. ഇനിയും കഠിനമായി പരിശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ടെൻഷൻ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഈ ഡേറ്റ് അർജന്റ് ആവുന്ന സമയങ്ങളിലാണ്. കേസ് തള്ളി വെക്കുമ്പോൾ അവർ ശരിക്കും ടെൻഷൻ ആവുന്നു. ഈ കേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പിന്നെ ഞങ്ങൾ വലിയ ലെവലിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ, ഡേറ്റ് പെട്ടെന്ന് തന്നെ കൊടുക്കണം,
ഹിയറിംഗ് പെട്ടെന്ന് തന്നെ തീർക്കണം. അതുകൊണ്ട് ആരും ചുമ്മാതിരിക്കാൻ പാടില്ല. ചില സമയങ്ങളിലൊക്കെ വക്കീലന്മാർ നമ്മളുടെ സമയം ചോദിക്കാറുണ്ട്. അടുത്ത പ്രാവശ്യത്തേക്ക് ഹിയറിംഗിന് സമയം തരാൻ പറയും. ഞാൻ അവരെയൊക്കെ ലക്ഷ്യമാക്കി പറയുകയല്ല, പക്ഷേ ചില സമയങ്ങളിൽ മെറ്റീരിയൽ സപ്പോർട്ട് കിട്ടുകയില്ല. ചില സമയത്ത് ഇൻവെസ്റ്റിഗേറ്ററൊക്കെ പറയാറുണ്ട് അവർക്ക് ചാർജ് ഷീറ്റ് ഇതുവരെ റെഡി ആയിട്ടില്ല. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില സമയത്ത് വിറ്റ്നസ് ഒന്നും വരാറില്ല. വിറ്റ്നസിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ വിറ്റ്നസ് ഇല്ലെങ്കിൽ കേസ് വീണ്ടും പോസ്റ്റ്പോണ്ട് ആകുകയുള്ളൂ, മറ്റൊരു ഡേറ്റിലേക്ക് മാറും. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഒരേ ഇടത്തിൽ ബന്ധിച്ചാൽ മാത്രമേ ഇതിനുള്ള സൊല്യൂഷൻ കിട്ടുകയുള്ളൂ. ഇവിടെ ഒരു വിഷയം സോൾവ് ചെയ്യുന്നു, അവിടെയുള്ളൊരു കാര്യം വിട്ടുകളയുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ പെട്ടുപോകും. മറ്റൊരു കാര്യവും താങ്കൾ ജഡ്ജിമാരോട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ധാരാളം ലീവ് എടുക്കുന്നു. ലീവ് ലീവ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. കോടതികളിൽ ലീവ് എടുക്കുന്നു, അതുപോലെ വെക്കേഷൻ പോകുന്നു. ഇത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അല്ലല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. രജത് സാർ, ഞാൻ താങ്കളോട് വ്യക്തമായി പറയാണ്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുമായി പറയുകയാണ്. ജുഡീഷ്യറി കോർട്ടിലെ ജഡ്ജസൊക്കെ പലപ്പോഴും ലീവൊക്കെ എടുക്കാറുണ്ട്. വെക്കേഷന് പോകുന്നതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. രാജ്യസഭയിൽ കോൺഗ്രസിന്റെ MP എന്നോട് ചോദ്യങ്ങൾ ചോദിച്ചു, അത് ജഡ്ജസ് എന്തിനാണ് ഇത്തരം ലീവൊക്കെ എടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനൊരു പ്രോസസ്സുണ്ട്, ചില സിസ്റ്റംസ് ഉണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം എനിക്ക് താങ്കളോട് പറയാനുണ്ട്. അതായത് ഒരു ജഡ്ജി എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് മിക്ക ആൾക്കാർക്കും അറിയില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. ഇന്ത്യയിലെ ഒരു ജഡ്ജ് എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ലോകത്തിലെ ഒരു ജഡ്ജും ഇത്രത്തോളം കഷ്ടപ്പെടാറില്ല. മറ്റ് രാജ്യങ്ങളിൽ ഇപ്പൊ അമേരിക്ക നോക്കുകയാണെങ്കിൽ ഒരു ജഡ്ജ് ഒരു ദിവസം ഒരു കേസ് മാത്രമേ നോക്കുള്ളൂ. ഇന്ത്യയിൽ ഒരു ജഡ്ജ് 100 കേസുകളാണ് നോക്കുന്നത്. മിനിമം 50-60 കേസുകളൊക്കെ ഉണ്ടാകും. അതായത് ഞങ്ങൾ ഈ ജഡ്ജസിന് മേളിൽ ഒരുപാട് പ്രഷറൊക്കെ ഉണ്ട്. ലീവൊക്കെ ഉറപ്പായിട്ടും വേണം, കാരണം അവർക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടല്ലോ. 24 മണിക്കൂറും ജോലി നോക്കിയിട്ട് അവർ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ അവരും കൊളാപ്സായി മാറിപ്പോവും. മനുഷ്യരെ സംബന്ധിച്ച് ജോലി ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. ഞാൻ എത്ര നാൾ ലീവ് എടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ കുറച്ച് ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അവർക്ക്. താങ്കൾ ജഡ്ജിമാരെ കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ കിരൺ റിജിജുവിനോടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരാം. താങ്കളുടെ ഹിന്ദി വളരെ നന്നായിട്ടുണ്ട്, അതിന് എൻ്റെ ആശംസകൾ. പക്ഷേ അത് എത്രത്തോളം വളർന്നെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെ നോക്കി ചോദിക്കുകയാണ്, നിന്നെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ ഇന്ന് വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ലോ മിനിസ്റ്ററായ കിരൺ റിജിജുവിനോടാണ്. ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ലോ മിനിസ്റ്റർ കിരൺ റിജിജുവിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം എല്ലാ കാര്യത്തിലും ആവശ്യമില്ലാതെ തലയിടുന്നു എന്നുള്ളതാണ്. കിരൺ സാർ, ആരെന്ത് സംസാരിച്ചാലും ശരി, ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഒപ്പം ലഫ്റ്റനന്റ് ഗവർണർ, ഇവർക്ക് നടുവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കേജ്രിവാൾ ചോദിക്കുന്നു, ഈ LG ആരാണ്, എവിടുന്നാണ് വന്നത്, എന്തിനാണ് തലയെ കയറ്റി വെച്ചിരിക്കുന്നത്? അതിന്റെ നടുക്കും താങ്കൾ പോന്നു. താങ്കൾ പറയുന്നു ഇതിനെല്ലാം ജനങ്ങൾ നല്ല ഉത്തരം നൽകുമെന്ന്. അവിടെയും പോയി ഇടപെട്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ ഇത് അസംബ്ലിയിൽ പറഞ്ഞതാണ്. LG എവിടുന്നാണ് വന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷവും LGയെ ഡൽഹിക്കുള്ളിൽ കൊണ്ടുവന്നെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ LG ഇല്ലാതെ എല്ലാം നടക്കണമെന്നാണോ? രാജ്യത്തിന്റെ കേന്ദ്രമാണ്. സോ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് ഡൈജസ്റ്റ് ആവില്ല. പേഴ്സണലായിട്ട് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്, സോ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ നിയമത്തിന് വിധേയമായി ഒന്നും സംസാരിക്കില്ല. അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നിയേക്കാം. താങ്കൾ അദ്ദേഹത്തിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല. 2 കോടി ജനങ്ങളാണ് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തലയുടെ മുകളിൽ ഒരു LGയെ ഇരുത്തിയിരിക്കുക. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റം അങ്ങനെ തന്നെയാണ്. അരവിന്ദ് കെജ്രിവാൾ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നു, പക്ഷേ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നടക്കുന്ന ആൾക്കാരാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രശ്നവുമുണ്ട്. BBC ഒരു ഡോക്യുമെന്ററി ചെയ്തിരിക്കുക. ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തു. മോദിക്കെതിരായ കാര്യമായതുകൊണ്ട് ഹോം മിനിസ്ട്രി അത് ബ്ലോക്ക് ചെയ്തു. അതിന്റെ നടുക്കം താങ്കൾ ഒന്ന് അഭിപ്രായം പറഞ്ഞു. അത് ഇത് ശരിക്കും വലിയൊരു പ്രശ്നം തന്നെയാണ്. സുപ്രീം കോർട്ട് അതിനെല്ലാം ഏകദേശം ഒരു 20 വർഷത്തെക്കാളും കൂടുതൽ. നാട്ടിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് നാടിന്റെ പേര് കളയാനും മോദിജിയുടെ പേര് നശിപ്പിക്കാനും കണ്ടിന്യൂ ആയിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, കേസ് നടത്തുന്നുണ്ട്. അവസാനമായിട്ട് കേസ് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പൂർണ്ണമായിട്ടും നല്ലപോലെ ആ കേസ് കേൾക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തീരുമാനമെടുത്തത്. കാരണം ഈ കേസിൽ യാതൊന്നും തന്നെയില്ല. അതോടൊപ്പം സുപ്രീം കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു,
അതായത് ഈ ലക്ഷ്യവും അതിന്റെ ഉദ്ദേശവും, അതായത് ഈ കേസ് മനഃപൂർവ്വം അപമാനപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണെന്ന് അത് കോടതിക്ക് മനസ്സിലായി. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ തീരുമാനമെടുത്തതിന് ശേഷം BBC എന്തൊക്കെയോ പടമെടുക്കുന്നു. നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ്, ലെഫ്റ്റീസ്, മോർട്ടീസ്, കോൺഗ്രസ് പാർട്ടിയെല്ലാം BBC പറഞ്ഞ റിപ്പോർട്ടെല്ലാം സത്യമാണെന്ന് പറയുന്നു. സുപ്രീം കോടതി ഇവർ അംഗീകരിക്കുന്നില്ല. സോ ഒരു ലോ മിനിസ്റ്ററായിട്ട് പറയേണ്ട കാര്യമുണ്ടായിരുന്നു. അതായത് സുപ്രീം കോടതിയുടെ തീരുമാനമാണ് നമ്മുടെ രാജ്യത്തിലെ സുപ്രീം. BBC പോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊന്നും പ്രധാനപ്പെട്ട കാര്യമേ അല്ല. പക്ഷേ കിരൺ സർ, ന്യൂയോർക്ക് ടൈംസിൽ ഞാനൊരു റിപ്പോർട്ട് കണ്ടു. അതിലെന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ BBC ബ്ലോക്ക് ചെയ്യാൻ സെൻസർഷിപ്പ് കൊണ്ടുവന്നു. ഇത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തു, ജനങ്ങളെ അറസ്റ്റ് ചെയ്തു. ഇവിടെയുള്ള സായിപ്പുമാരൊക്കെ സ്ഥലം വിട്ടു. എന്നിട്ട് ഇപ്പോഴും BBCയും ന്യൂയോർക്ക് ടൈംസും ഒക്കെ എഴുതുന്നതിനാണ് ഈ ആൾക്കാരൊക്കെ ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഞങ്ങൾ ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കില്ല. ഞങ്ങൾ ഞങ്ങളുടെ നാടിന്റെ തീരുമാനം, നാട്ടിലെ ജനങ്ങൾ, നാട്ടിലെ സുപ്രീം കോർട്ട്, നാട്ടിലെ സിസ്റ്റങ്ങൾ, അതിന് പ്രകാരമാണ് നടക്കുന്നത്. പുറത്തുനിന്നുള്ള ഭീഷണി കൊണ്ട് മോദിജിയുടെ ഗവൺമെന്റ് ഒരു കാരണവശാലും ഭയപ്പെടുകയേയില്ല. ശരി, ഞാനിപ്പോ ഈ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് സംസാരിക്കാം. താങ്കൾ ജവഹർലാൽ നെഹ്റു ചെയ്ത തെറ്റുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ജമ്മു കാശ്മീർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്, ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ്. അതിനെപ്പറ്റി ആളുകൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ജമ്മു കാശ്മീർ ഇന്ത്യയോട് ചേരുന്ന കാര്യമാണെങ്കിൽ പ്രോസസ്സ് ഡിലേ ചെയ്തത് മഹാരാജ ഹരിസിംഗ് ആയിരുന്നു. എല്ലാവരും ഇത് തന്നെയാണ് വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയതും. സത്യം യഥാർത്ഥത്തിൽ ഇതല്ല. സോ ഞാൻ നെഹ്റുജിയെക്കുറിച്ച് പാർലമെന്റിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ നിന്ന് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മഹാരാജാവ് ആദ്യം വന്നു 1947 15 ആഗസ്റ്റിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം വന്നു, റിക്വസ്റ്റ് ചെയ്തു. നമ്മളാണ് ഡിലേ ചെയ്തത്, നമ്മൾ തന്നെ. ആ കാര്യമാണ് ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നത്. സോ ഞാൻ ഇതിൽ എന്ത് തെറ്റാണ് ചെയ്തത് ശരിയല്ലേ? താങ്കൾ ചെയ്തത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആനന്ദ് ശർമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കോൺഗ്രസിന്റെ സീനിയർ ലീഡർ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാ, കിരൺ റിജിജുവിന് ചരിത്രത്തെക്കുറിച്ചൊന്നും അറിയില്ല, അദ്ദേഹത്തിന് നിയമത്തെക്കുറിച്ച് നല്ല പരിജ്ഞാനവുമില്ല, പാരമ്പര്യത്തിനെക്കുറിച്ചും ഒന്നും അറിയില്ല. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാ, റിജിജുവിന്റെ അറിവില്ലായ്മ കാണുമ്പോൾ ശരിക്കും കഷ്ടം തോന്നുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കന്മാരുണ്ട്, അവർക്ക് ഒരേ ഒരു കുടുംബമാണ് എല്ലാം തന്നെ. അതല്ലാതെ ആ കുടുംബത്തെ തകർത്ത് അവരുടെ ലക്ഷ്യം വേറൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ ആ കുടുംബത്തെയും കടന്ന് ചിന്തിക്കുന്ന സമയത്ത് രാജ്യത്തിനെക്കുറിച്ച് ഓർക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബം അത്ര മുഖ്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാടിനാണ് പ്രാധാന്യം. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാവോ അതെല്ലാം ചെയ്യും. താങ്കളെക്കുറിച്ചും താങ്കളുടെ പാർട്ടിയെക്കുറിച്ചും പറയുമ്പോൾ താങ്കൾ എങ്ങനെ ഇന്റർഫിയർ ആവുന്നെന്ന് പറയാം, അൺനെസസറി കമന്റ് ചെയ്യുന്നതും പറയാം. മുക്താർ അബ്ബാസ് നഖ്വി അദ്ദേഹം എന്താണ് കമന്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ആർക്കൊക്കെ ബീഫ് കഴിക്കണോ അവരെല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണമെന്ന്. അതിലും താങ്കൾ തലയിടെയാണ് ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്ടമാണോ അതെല്ലാം കഴിക്കാമെന്ന്. അല്ലല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. മിസോറമില് ഒരു പ്രസ് കോൺഫറൻസ് നടക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഇൻഫോർമൽ ടോക്ക് നടക്കുന്നുണ്ടായിരുന്നു. സൈഡിൽ അത് റെക്കോർഡ് ചെയ്ത് ഇന്ത്യൻ എക്സ്പ്രസിൽ അത് എഴുതുകയും ചെയ്തു. അത് വളരെ വിവാദമാകുകയും ചെയ്തു. അതിനുശേഷം അത് ഡിബേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതൊരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ പ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത്, അത്രയേ ഉള്ളൂ. അതിന് അവരെന്താണ് പറയുന്നത് വെച്ചാൽ, കിരൺ റിജിജുവും ബീഫ് കഴിക്കുന്ന ആളാണെന്ന്. കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതാണ് പ്രധാനം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള സംസാരമൊക്കെ ചുറ്റി വളച്ച് വലുതാക്കി അവരെഴുതി ഇവിടെ 3-4 ദിവസം ഇതൊരു വലിയ വിവാദമാക്കി മാറ്റി. 2014 നടന്നതാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് ഒളിച്ചിരുന്ന് റെക്കോർഡ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാരുടെ അടുത്ത് കാണിച്ചതാണ്. സാർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും അറിയാം സാർ അരുണാചൽ പ്രദേശിൽ നിന്നാ വരുന്നേന്ന്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്നത്? അരുണാചൽ പ്രദേശ് 1962 ചൈന ആക്രമിച്ചു. അപ്പോൾ പല സ്ഥലങ്ങൾ, അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലം അതുപോലെ പല സ്ഥലങ്ങളും ചൈനയുടെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനു മുൻപ് തന്നെ ഞങ്ങളുടെ ആളുകൾ കുറേശ്ശെയായിട്ട് ഹിന്ദി, മറ്റു ലാംഗ്വേജ് അങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. എഡ്യൂക്കേഷൻ വേണ്ടിയിട്ട് പല ടീച്ചേഴ്സും പുറത്തു നിന്നും വന്നിരുന്നു. അതിനുശേഷം 62-ന് ശേഷം ഒരുപാട് ഇന്ത്യൻ ആർമി ഡിപ്ലോയ്മെന്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലോക്കൽ ഫോഴ്സസും SSB ഫോഴ്സസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ ഞങ്ങളെല്ലാവരും അപ്പോൾ മുതൽ ഹിന്ദി സംസാരിക്കുന്നതിൽ വളരെ പ്രൗഡുള്ളവരായിരുന്നു.
കാരണം അത് നമ്മുടെ രാജ്യത്തിന്റെ ഭാഷയാണ്. ഹിന്ദി അല്ലാതെ മറ്റേത് ഭാഷയാണെങ്കിലും അവസരം കിട്ടുമ്പോൾ സംസാരിക്കുമായിരുന്നു. അരുണാചൽ പ്രദേശിലുള്ള ആൾക്കാർ, അത് ഓരോ ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്, കൊച്ചുകുട്ടി മുതൽ വയസ്സായ ആൾക്കാർ വരെ 100% ഹിന്ദി സംസാരിക്കുന്നവരാണ്. താങ്കളുടെ ഹിന്ദി വളരെ നന്നായിട്ടുണ്ട്, അതിന് എൻ്റെ ആശംസകൾ. പക്ഷേ അത് എത്രത്തോളം വളർന്നെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെ നോക്കി ചോദിക്കുകയാണ്, നിന്നെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കില്ല. കാരണം അദ്ദേഹം ഒരു ഇന്റർനാഷണലാണ്. ഓരോ മാസവും 20 ദിവസം അദ്ദേഹം പുറത്താണ്, 3 ദിവസം മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇമേജ് മാറാൻ യാത്ര ചെയ്യണമെന്ന് ആരോടോ പറഞ്ഞു കൊടുത്തതാണ്, അതുകൊണ്ട് യാത്ര ചെയ്യുന്നു. സോ അദ്ദേഹം ഇന്റർനാഷണൽ ആണ്. ഞാൻ ഭാരത് ജോഡോ യാത്ര മുഖേന അദ്ദേഹത്തിന്റെ ഇമേജ് മാറിയെന്ന് കരുതുന്നുണ്ടോ? നോക്കൂ സാർ, രജിത് സാർ, ഈ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇന്ന് ഇന്ത്യ എന്ന രാജ്യം സ്വാമി വിവേകാനന്ദൻ കണ്ട സ്വപ്നങ്ങൾ 21ാം നൂറ്റാണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെതാണെന്ന് പറഞ്ഞു. ഇന്ത്യ ഒരു ഡെവലപ്മെന്റ് നേഷൻ ആകുമെന്ന് പറഞ്ഞു, വികസിത രാജ്യമാകും. മോദിജിയുടെ നേതൃത്വത്തിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്തിനു സംസാരിക്കണം? കിരൺ സാർ, താങ്കളോട് ചോദിക്കാൻ ഇനിയും ധാരാളം ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ കിരൺ റിജിജുവിനോടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരും. അദ്ദേഹം ചൈനീസ് അഫയേഴ്സിൽ എക്സ്പെർട്ട് ആയതുകൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അദ്ദേഹം ചിലപ്പോ എല്ലാ കാര്യങ്ങളിലും എക്സ്പെർട്ട് ആണെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് എഴുതി കൊടുത്ത സ്ക്രിപ്റ്റിൽ അല്ലാതെ സംസാരിക്കുന്നുണ്ട്, പാർട്ടിക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഭാരതത്തിന്റെ ലോ മിനിസ്റ്ററായ കിരൺ റിജിജു ആണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ലോ മിനിസ്റ്റർ കിരൺ റിജിജുവിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ചൈനയെ കണ്ട് പേടിക്കുന്നു എന്നുള്ളതാണ്. കിരൺ സാർ, ചിലർ പറയുന്നത് എന്താന്ന് വെച്ചാൽ താങ്കൾ എത്രത്തോളം പേടിക്കുന്നു എന്ന് വെച്ചാൽ താങ്കൾ ഹോം മിനിസ്ട്രിയിലുള്ളപ്പോ ആ 5 വർഷം താങ്കൾ ഭിത്തിയിൽ ഒരു വലിയ സ്ക്രീൻ വെച്ചിരുന്നു. അതുവഴി ചൈനയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു, അവരെവിടേക്ക് പോന്നു, എന്ത് ചെയ്യുന്നു എന്ന്. നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. അവിടെ സ്ക്രീൻ ഉണ്ടായിരുന്നു, ഗൂഗിൾ എർത്തിന്റെ. അത് ശരിക്കും ഡിപ്ലോമന്റിന് വേണ്ടിയിട്ടുള്ളായിരുന്നു. ഞങ്ങൾ റോഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എവിടെ ഉണ്ടാക്കണം, അഥവാ ബ്രിഡ്ജ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എവിടം വരെ പോകണം, അതല്ലാതെ മഴ എങ്ങനെയുണ്ട്, നാട് എങ്ങനെയുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ളതാണത്. ചൈനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചൈനയെ കണ്ട് പേടിക്കുന്നുണ്ടെന്ന് എന്നെ കുറ്റപ്പെടുത്തുകയുണ്ടായി. ഇത് ഞാനല്ല സാർ പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. താങ്കൾക്ക് ചൈനയെ പേടിയാണ്, താങ്കളൊരു പേടിത്തൊണ്ടനാണ്. താങ്കളുടെ ഗ്രാമത്തിൽ നിന്നും 40 കിലോമീറ്റർ ദൂരെയാണ് ബോർഡർ ഉള്ളത്. പക്ഷെ അവിടെ ചൈന കടന്നു കയറിയിട്ടും താങ്കൾ ഒന്നും ചെയ്തില്ലെന്ന്. അത് ഒരു ഷോർട്ട് കട്ടിൽ ഞാൻ പറഞ്ഞു തരാം. ആ സമയത്ത് കോൺഗ്രസിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആന്റണി സാർ പാർലമെന്റിൽ ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു 2013-ൽ, അതായത് ഇത്രയും വർഷമായിട്ടും ചൈന ബോർഡറിൽ റോഡുകളില്ല, പാലങ്ങളില്ല, ഡെവലപ്മെന്റുകളൊന്നുമില്ല. അതെന്താന്ന് വെച്ചാൽ ചൈനയെ കണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ഒരു പക്ഷേ റോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതുവഴി ചൈന നമ്മളെ ആക്രമിക്കുമെന്ന്, അതുപയോഗിച്ച് അവര് നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. ഈ മൈൻഡ് സെറ്റോടുകൂടിയാണ് ഇത്രയും വർഷമായിട്ടും നമ്മുടെ ബോർഡറുകൾ മുഴുവനും ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാതിരിക്കുന്നത്. മോദിജി 2014-ൽ പ്രധാനമന്ത്രിയായി ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ എല്ലാ പോളിസിയും മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ എല്ലാ ബോർഡർ ഏരിയകളും, എൻ്റെ നാട് മുതൽ ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ അത്രയും ബോർഡർ ഏരിയകളാണ്, ഈവൻ കോസ്റ്റലിൽ പോലും. ഇന്ന് റോഡുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് ബ്രിഡ്ജുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട്, ഓരോ വീടുകളിലും വെള്ളമുണ്ട്, ഗ്യാസ് കണക്ഷൻ ഉണ്ട്. ഒരു പക്ഷേ കോൺഗ്രസ് ആയിരുന്നെങ്കിൽ, ആ മൈൻഡ് സെറ്റ് ആണെങ്കിൽ, അങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ മോദിജിയും ബോർഡർ ഏരിയ അങ്ങനെ തന്നെ വെച്ചിരുന്നേനെ. അത് അങ്ങനെ തന്നെ കിടക്കട്ടെ, ഒരു ഡെവലപ്മെന്റും വേണ്ട, അങ്ങനെ ആരും അകത്ത് കയറണ്ട. സോ ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ? രാഹുൽ ഗാന്ധി ഇപ്പോൾ ഓരോ ദിവസവും ചൈന ചൈന എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നില്ലേ? അദ്ദേഹത്തിന് അറിയില്ല, അതായത് നെഹ്റുജിയുടെ കാലം തുടങ്ങി അവിടെ മുതൽ ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ടൈം വരെ ഇവര് ബോർഡർ ഏരിയ ചെയ്തു വെച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് ഇവര് മാപ്പ് ചോദിച്ചാലും എനിക്ക് സമാധാനം ലഭിക്കുകയില്ല. കാരണം അത്രത്തോളം അവര് പാവങ്ങളെ ആ അവസ്ഥയിലേക്ക് വളരെ തള്ളിവിട്ടിരിക്കുകയാണ്. അവരിപ്പോഴും ദരിദ്രർ തന്നെയാണ്. താങ്കൾക്ക് ആ ഏരിയയെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. താങ്കൾ അവിടെയുള്ള വ്യക്തിയാണ്, മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. അതെ രജത് സാർ, ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചു. തുടക്കത്തിൽ ഞാൻ എയർപ്ലെയിനാണ് ആദ്യം കണ്ടത്, കാർ അതിനുശേഷമാണ് കണ്ടത്.
കാരണം ഞങ്ങൾക്ക് അവിടെ റോഡുകളില്ലായിരുന്നു, ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ചൈന യുദ്ധത്തിന് ശേഷം 1962 ശേഷം ഫൈറ്റർ എയർക്രാഫ്റ്റ് ട്രെയിനിങ് നടത്തുന്നുണ്ടായിരുന്നു. എൻ്റെ നാടിൻ്റെ മുകളിലായിട്ട് ഒരുപാട് എയർക്രാഫ്റ്റ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് ദിവസവും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഞങ്ങൾ എയർപ്ലെയിൻ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്, ഫൈറ്റർ എയർക്രാഫ്റ്റ്സ്. വണ്ടിയൊക്കെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ കണ്ടത്. അച്ഛൻ്റെ കൂടെ പുറത്തു പോകുന്ന ആ സമയത്ത് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിനടുത്ത് വരെ ചെന്നു. അപ്പോഴാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വണ്ടി കാണുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കാറ് കണ്ടത്. പക്ഷേ അരുണാചൽ പ്രദേശിനുള്ളിൽ ചൈന 4 കിലോമീറ്റർ ഉള്ളിലേക്ക് ആക്രമിച്ച് കയറിയതായി അവർ പറയുന്നു. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? ഈ കാര്യം ഞാൻ വളരെ വിഷമത്തോടെയാണ് പറയുന്നത്. കാരണം ഇതിൽ അവരുടെ തന്ത്രം എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരു വിദേശത്തെ ന്യൂസ് പേപ്പർ, അമേരിക്കയിലുള്ള ഒരു മീഡിയ ന്യൂസ് പേപ്പർ, അതിലൊരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നു. അതായത് അരുണാചൽ പ്രദേശിൽ നുഴഞ്ഞു കയറി ചൈന ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. അതിനുശേഷം ആ ആർട്ടിക്കിൾ എടുത്ത് ഒരു TV ചാനൽ, സോഷ്യൽ മീഡിയയിലും അതുപോലെ ചാനലുകളിലും എല്ലാം ഇത് കാണിച്ചിരിക്കുന്നു. പ്രശ്നം വലുതാക്കി, അരുണാചൽ പ്രദേശിൽ ചൈന ഒരു ഗ്രാമം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന്. അതിനുശേഷം അടുത്ത ദിവസം സത്യം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ ചെറുതായിട്ട് എഴുതി, ഓഹോ, ഇത് ഇന്നലെ എഴുതിയ ആ ന്യൂസ് ചൈന ആക്രമിച്ചിട്ടുണ്ട്, അത് 1959 ഇങ്ങനെ ചെറുതായിട്ട് എഴുതി. അതിനുശേഷം മറ്റൊരാൾ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ 1962 ഒരുപാട് സ്ഥലങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്, അതിപ്പോഴല്ല. അവർ ആ കള്ളം പറഞ്ഞത് മുഴുവൻ അങ്ങ് മറന്നു കളഞ്ഞു. അതിനുശേഷം അവർ വ്യക്തമാക്കി, ക്ലാരിഫിക്കേഷൻ, അതാരും കണ്ടിട്ടില്ല, അതൊരു വഞ്ചനയല്ലാതെ പിന്നെന്താണ്. കിരൺ സാർ, അവർ കാണിച്ച സാറ്റലൈറ്റ് ഇമേജ് താങ്കളെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ വളരെ വ്യക്തമായിട്ടുണ്ട് ചൈന എങ്ങനെയാണ് ബോർഡറിൽ ഒരു ഗ്രാമം നിർമ്മിച്ചിരിക്കുന്നത്. കാണിക്കാം. ഞാനത് കാണിക്കാം, അതിനുശേഷം താങ്കളുടെ അഭിപ്രായം പറയൂ. ഇതാണ് ആ ഫോട്ടോ. ഫോട്ടോയിൽ ബോർഡറിന് വളരെ അരികിൽ ഒരു ഗ്രാമം തന്നെ നിർമ്മിച്ചതായിട്ട് പറയുന്നു. അവിടെ 101 വീടുകളാണ് കെട്ടിയിരിക്കുന്നത്. 100 കണക്കിന് ജനങ്ങളും ജീവിക്കുന്നുണ്ട്. പിന്നെ ചൈന എന്തിനു വേണ്ടിയാണ് അവിടെ വീടുകൾ നിർമ്മിച്ചതെന്ന് വെച്ചാൽ അവർക്ക് ആ സ്ഥലം സ്വന്തമാണെന്ന് പറയാമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈ കാണിച്ച ഫോട്ടോസൊക്കെ അത് സിക്കിം, ഭൂട്ടാൻ്റെ ഒക്കെ അടുത്തുള്ള ഒരു ചിമ്പി വേലി എന്നൊരു നദിയുണ്ട്, അതിൻ്റെ ഫോട്ടോയാണ് കാണിച്ചത്. ഇത് ഭൂട്ടാൻ്റെ സൈഡിലാണുള്ളത്. ഇതിനു മുമ്പായിട്ട് നിങ്ങൾ റൗണ്ടായിട്ട് ഒന്ന് കാണിച്ചില്ലായിരുന്നോ? അത് സോൺശ്രീ, അരുണാചൽ പ്രദേശിൻ്റെ ഒരു പാതി ഭാഗമാണ്. ഞാൻ ലാസ്റ്റ് ഇയറിൽ അവിടെ പോയിരുന്നു, മാജയിൽ പോയിരുന്നു. ഞങ്ങളുടെ ലാസ്റ്റ് പോയിന്റ് മാജയാണ്. മാജയിൽ പോയി അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു. അവിടെ ഞങ്ങളുടെ റോഡിൻ്റെ പണി നടക്കുകയായിരുന്നു. അവിടെ മാജയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാജയിൽ ആ കാണുന്ന ഫോട്ടോയാണ്. നവംബർ 2020 ഇത് പിന്നെ 1959 ഞങ്ങളുടെ ആർമി അവിടെ ഇല്ലായിരുന്ന സമയത്ത് അസം റൈഫിൾ ഡിപ്ലോമ ഉണ്ടായിരുന്നു. അത് ചൈന 1959 ആക്രമിച്ചു. ഞങ്ങളുടെ എല്ലാ ആസാം റൈഫിൾ സോൾജേഴ്സിനെയും കൊന്നുകളഞ്ഞു. 1-2 പേര് മാത്രമാണ് ജീവനും കൊണ്ട് ഓടിയത്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും അവർ കൊല്ലുകയായിരുന്നു. ഒരുപാട് ആൾക്കാർ മരിച്ചു. സങ്കടകരമായ കാര്യമാണ്. അത് 1959 തന്നെ ഉണ്ടായിരുന്നതാണ്. ഇന്ന് അവർ ബുദ്ധിപൂർവം നാടിനെ മുഴുവൻ കബളിപ്പിക്കാൻ വേണ്ടി മോദിജിയുടെ സമയത്ത് ഇവര് അകത്ത് കടന്ന് ഗ്രാമം ഉണ്ടാക്കിയിരിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ അവിടെ പോകൂ, പോയി നോക്കൂ. 1959 ചൈന നമ്മളെ ആക്രമിച്ചു. നെഹ്റുജി അപ്പോൾ പറഞ്ഞത് നമ്മുടെ നാടിന് ആർമിയുടെ ആവശ്യമേ ഇല്ല എന്നാണ്. ഇത് ആ സമയത്തെ കാര്യമാണ്. ഇത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. നല്ല രീതിയിൽ അവർ കള്ളം പടർത്തുന്നു. വലിയ വലിയ ആൾക്കാരും അത് ഏറ്റെടുത്ത് വലുതാക്കി പടർത്തിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് നടന്നത്. നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു തമാശയും ഇതുപോലെ കളിക്കാൻ പാടില്ല. രാജ്യം മോദിജിയുടെ നേതൃത്വത്തിൽ മാത്രമേ സുരക്ഷിതമായിരിക്കുകയുള്ളൂ. അത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. ഇവരിതുവരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവര് സമ്മതിക്കുന്നില്ല. അവരെന്താ പറയുന്നതെന്ന് വെച്ചാ, ചൈന യുദ്ധത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ നമ്മളോ ഈവന്റ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ചൈനയുടെ പട്ടാളക്കാർ ഇവിടെ വന്ന് നമ്മുടെ പട്ടാളക്കാരെ അലക്കിയിട്ട് തിരിച്ചു പോയെന്ന്. ആദ്യം നിങ്ങൾ തന്നെ പറയൂ. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് ചൈനയുടെ ആർമി ഇന്ത്യൻ സൈന്യത്തെ അടിച്ച് തോൽപ്പിച്ചു എന്ന്. ഈ കാര്യം എത്രത്തോളം അവമാനപ്പെടുത്തുന്ന ഒന്നാണ്. ഇപ്പോൾ അവർക്ക് ആക്രമിക്കാൻ കഴിയില്ല. പക്ഷേ ഇക്കാര്യം ഞാനിപ്പോൾ എക്സാക്റ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഈ ആർമി ഏതവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴതില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളുടെ ടെറിട്ടോറിയം സുരക്ഷിതമാക്കി വെക്കാൻ വേണ്ടി മോദിജി ചെയ്ത കാര്യം
ഇത് വളരെ സെൻസിറ്റീവായ കാര്യമാണ്. അത് ഞാൻ എന്റെ നെഞ്ചിത്തട്ടി പറയില്ല. പക്ഷേ മോദിജി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കും ചെയ്യാൻ കഴിയില്ല, അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഓഡിയൻസിൽ ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, ഡെഫിനറ്റ്ലി നിങ്ങൾ ചൈന ബോർഡറിലും ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടാവും. അതുമാത്രമല്ല വിസിറ്റും ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ സൈനികരുമായിട്ട് നിങ്ങൾ ചർച്ചകളും നടത്തിയിട്ടുണ്ടാവും. സോ നമ്മുടെ സൈനികർ എന്താണോ പറയുന്നത്, ദാറ്റ് ഷുഡ് ബി അവർ ഫൈനൽ വെർഡിക്റ്റ്. ദാറ്റ് ഷുഡ് ബി ഫുൾ ആൻഡ് ഫൈനൽ. ദർ ഷുഡ് ബി നോ കോൺട്രവേഴ്സി അറ്റ് ഓൾ. അതെ, ആർമി ക്ലിയർ കട്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി സമ്മതിക്കില്ല, ആർമി പറയുന്നവർ സമ്മതിക്കില്ല. ഇപ്പോ 2-3 ദിവസം മുമ്പേയും കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരുന്നു. അതായത് സർജിക്കൽ സ്ട്രൈക്ക് ചെയ്തതിനെ കുറിച്ചും ബാലക്കോട്ട് സ്ട്രൈക്ക് ചെയ്തതിനെ കുറിച്ചും പ്രൂഫ് വേണമെന്ന്. സോ ആർമിയുടെ ഫൈനൽ വേർഡ്സ് ആരും അംഗീകരിക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഡിഫൻസിന്റെ സീനിയർ ഓഫീസേഴ്സ് അവരാണ് ഇക്കാര്യം പറഞ്ഞത്. അതായത് ഡിഫൻസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ, അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് രാഷ്ട്രീയക്കാർ ചോദ്യം ചോദിക്കാനേ പാടില്ല. കിരൺ സാർ, പലപ്പോഴും രാഹുൽ ഗാന്ധി ചില നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ചൈനയോട് എങ്ങനെ യുദ്ധം ചെയ്യണമെന്നും അതുപോലെ സോൾജിയേഴ്സ് എങ്ങനെ ജോലി ചെയ്യണമെന്നും അതിനുള്ള ഒരു ഉദാഹരണം ഞാനിപ്പോൾ കാണിക്കാം. അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. You are using the Indian Army, the Indian Navy, the Indian Air Force to protect India from China. If you use India's laborers, India's farmers, India's workers, you will not need the Army, Navy and Air Force to be standing over there. China will not have the guts to come inside. ലേബേഴ്സിനെയും ഫാർമേഴ്സിനെയും ഗ്യാദർ ചെയ്ത പിന്നെ ആർമിയുടെ ആവശ്യമേ ഇല്ലെന്ന് പറയുന്നു. ഇത് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നെഹ്റുജിയുടെ ആ കാലത്ത് ഇന്ത്യൻ ആർമിയെ ബാൻ ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രാഹുൽ ഗാന്ധി അതേ സ്റ്റേറ്റ്മെന്റ് കുറച്ച് ഇംപ്രൂവ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. കർഷകരും ലേബേഴ്സും ഫൈറ്റ് ചെയ്യണമെന്ന് പറയുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മറുപടി പറയുന്നത് എനിക്ക് തീരെ താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വലിയൊരു കുറ്റാരോപണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ചൈന യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പും ചെയ്യുന്നു. അവരെപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യും, യുദ്ധത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. പക്ഷെ നിങ്ങളത് ഇഗ്നോർ ചെയ്യുന്നു. നിങ്ങൾ പേടിത്തൊണ്ടന്മാരാണ്. ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ഡിഫൻസ് പോളിസീസ്, ഡിഫൻസ് എക്സ്പേർട്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ആ ലെവലിലാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടത്. പബ്ലിക് ഡൊമൈനിൽ ഫൈറ്റ് എപ്പോഴാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടതെന്നൊക്കെ രാഹുൽ ഗാന്ധി അല്ല, അത് ആരും പറയാൻ പാടില്ല. എനിക്ക് എന്താണ് നടക്കുന്നത് അറിയാം. എൻ്റെ നാട്ടില്, എൻ്റെ ബോർഡറിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ നമ്മളത് പുറത്ത് പറയാൻ പാടില്ല. രാഹുൽ ഗാന്ധിയെ പോലുള്ള ആൾക്കാർ അവരുടെ വാക്കുകൾ വളരെ ഗൗരവമായിട്ട് കൺട്രോൾ ചെയ്ത് വേണം സംസാരിക്കാനായിട്ട്. എന്താ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എന്താണോ നാടിന് നല്ലത്, എന്താണോ നാടിന് മോശം, ഇങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. അദ്ദേഹം ചൈനീസ് അഫയേഴ്സിൽ എക്സ്പെർട്ട് ആയതുകൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളിലും എക്സ്പെർട്ട് ആണെന്ന് വിചാരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് എഴുതി കൊടുത്ത സ്ക്രിപ്റ്റിൽ അല്ലാതെ സംസാരിക്കുന്നുണ്ട്. പാർട്ടിക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്. കിരൺ സാർ, ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് PD നിത്യ അവരെന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ സെക്യൂരിറ്റി ഫോഴ്സസ് ഹാസ് ലോസ്റ്റ് ആക്സസ് ടു 65 പാട്രോളിംഗ് പോയിന്റ് ഇൻ ലേ ലഡാക്ക്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഗ്യാപ്പില് ആയിരക്കണക്കിന് കിലോമീറ്റർ ഡിസ്റ്റൻസില് റിമർക്കേഷൻ ഇല്ല. ചില സമയങ്ങളിൽ പെട്രോളിംഗ് നടക്കുന്നുണ്ട്, ചില സമയത്ത് മഞ്ഞ് വളരെ കൂടുതലായിട്ട് വീഴുന്നതുകൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയില്ല. കാരണം ഡിമോക്കേഷൻ ചെയ്തിട്ടില്ല. ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലം മുതൽ അവിടെ ആ ഭാഗത്ത് കല്ലുവെച്ചുള്ള ഒരു സൈനും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ബിൽഡിങ്ങോ അല്ലാതെ ഒരു സ്ട്രക്ചറും ഉണ്ടായിരുന്നില്ല. സോ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ 16, 17, 18,000 ഫീറ്റ് വരെ -30, -40 ഉണ്ടാകും വിന്റർ സമയത്ത്. ആ സമയത്തൊന്നും ആളുകൾക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയില്ല. പക്ഷേ മറ്റു സമയത്തൊക്കെ ടൈം ടു ടൈം പെട്രോളിംഗ് നടക്കും. ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ സ്റ്റേയും ചെയ്യും. ഇതെല്ലാം തന്നെ അൺഡെസിഗ്നേറ്റഡ് ഏരിയ ആയിട്ടാണ് ഇരിക്കുന്നത്. മേ ബി അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കാണുമായിരിക്കാം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ഞാൻ കണ്ടില്ല. ഒരു പ്രാവശ്യം താങ്കൾ ജനങ്ങളോട് പറയുക, താങ്കൾ ചൈനയെ, അരുണാചൽ പ്രദേശിനെ, ആ ബോർഡറിനെ കുറിച്ച് താങ്കൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ചൈന കാരണം നമ്മുടെ ഇന്ത്യക്ക് എന്തെങ്കിലും ആപത്തുകളുണ്ടോ? നമ്മുടെ ആർമി ഇതെല്ലാം ഫേസ് ചെയ്യാനുള്ള എല്ലാ കരുതലുകളും എടുത്തിട്ടുണ്ടോ? മോദിജി പ്രധാനമന്ത്രി ആയപ്പോൾ മുതൽ നമ്മളുടെ ബോർഡർ ഏരിയ പൂർണ്ണമായിട്ടും
സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആക്ഷൻസും എല്ലാ സ്റ്റെപ്പും എടുത്തിട്ടുണ്ട്. കിരൺ സാർ ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും തുടരുന്നതായിരിക്കും. तेरे जैसा यार कहाँ कहाँ ऐसा याराना याद करेगी दुनिया तेरा मेरा अफसाना. അത്രേ ഉള്ളൂ സാർ. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കിരൺ റിജിജുവിനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ലോ മിനിസ്റ്റർ കിരൺ റിജിജുവിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ്. കിരൺ സാർ, സോഷ്യൽ മീഡിയയിൽ താങ്കളുടെ ആക്ടിവിറ്റീസും എനർജിയും വളരെയധികം കൂടുതലാണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും പറഞ്ഞത് ഇതാണ്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഞാൻ അദ്ദേഹത്തെക്കാൾ 12 വർഷം 8 ദിവസം മുതിർന്ന ആളാണെന്ന്. എന്റെ സോഷ്യൽ മീഡിയ ചീഫ് ജസ്റ്റിസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണല്ലോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഫോർമർ ചീഫ് ജസ്റ്റിസ് എന്താ പറയുന്നത് വെച്ചാൽ ജസ്റ്റിസ് രമണ, അദ്ദേഹം എന്താ പറയുന്നത് വെച്ചാൽ അദ്ദേഹം താങ്കളുടെ ഡാൻസ് കണ്ടു. ആ ഡാൻസിൽ എത്രത്തോളം എനർജി ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അതൊരു ഹൈ എനർജി ഡാൻസ് ആണ്. കിരൺ റിജിജു പുട്ട് ട്വിറ്റർ ഓൺ ഫയർ. ഞാൻ എൻ്റെ ഗ്രാമത്തിൽ പോകുമ്പോൾ അവിടെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ ആളുകൾക്ക് പാട്ടുകളുണ്ട്, ഡാൻസുകളുണ്ട്. ഞാനതൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്ത് എടുത്ത ഫോട്ടോസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രധാനമന്ത്രി മോദിജി അതെടുത്ത് കമൻ്റ് ചെയ്തു, ട്വീറ്റ് ചെയ്തു. അങ്ങനെ അത് നാട് മുഴുവൻ വൈറലായി. ആ ഫോട്ടോകളൊക്കെ കണ്ടിട്ടാണ് ചീഫ് ജസ്റ്റിസ് സാറും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. താങ്കളൊരു ഡീസന്റ് ഡാൻസർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോ നമുക്ക് നോക്കാം. ഇത് താങ്കളുടെ നാട്ടിലെ ഒരു പരമ്പരാഗത നൃത്തമാണോ? അവിടെ ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ഗ്രാമത്തിലും സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. അവരവരുടെ കമ്മ്യൂണിറ്റിയുടെ പ്രാക്ടീസ് അവരിപ്പോഴത് ഫോളോ ചെയ്യുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ താങ്കൾ സൽമാൻ ഖാനോടൊപ്പം സൈക്കിൾ ഓടിച്ചിട്ടുണ്ട്. അത് ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ 2020 ലോഞ്ച് ചെയ്യപ്പോൾ ചെയ്തതാണ്. ആ സമയത്ത് ഫിറ്റ് ഇന്ത്യ നാട് മുഴുവൻ ഇത് വളരെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ട് സൽമാൻ ഖാനും വന്നിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെ അരുണാചൽ പ്രദേശിലും വന്നിരുന്നു. സൈക്കിൾ ഫിറ്റ്നസ് വളരെ നല്ലതായതുകൊണ്ട് ഒരു അഡ്വഞ്ചർ സ്പോർട്സ് പ്ലസ് ഫിറ്റ്നസ് ഇത് രണ്ടും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അവിടെ സൽമാൻ ഖാൻ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളോട് 1 രൂപ പോലും ചോദിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹം സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് ഡൊണേഷൻ തരികയും ചെയ്തു, ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തു, ഡ്രസ്സ് തരികയും ചെയ്തു. പക്ഷേ അത് കണ്ടതിന് ശേഷം ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ കിരൺ റിജിജുവും ബോളിവുഡിൽ പോയ ഹീറോ ആവുമെന്ന്. ഉറപ്പായിട്ടും ഇല്ല. ഈ പടങ്ങളൊക്കെ എങ്ങനെ എടുക്കുന്നെന്ന് പോലും എനിക്കറിയില്ല. ഞാനിപ്പോൾ പടങ്ങൾ കാണാറില്ല. പഴയ പടങ്ങളൊക്കെ കണ്ടിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. VCR കൊണ്ടുവരുന്ന സമയത്ത് അതിലിട്ട് പടങ്ങൾ കണ്ടിരുന്നു. അതുപോലെ എൻ്റെ നാട്ടിൽ അസമിൽ സിനിമ ഹാളിലൊക്കെ കാണുമായിരുന്നു. ഡിസ്ട്രിക്ട് ക്വാർട്ടേഴ്സിൽ പോകുമ്പോൾ അവിടെ സിനിമ ഹാളുണ്ട്, അവിടെ കാണുമായിരുന്നു. എൻ്റെ ഗ്രാമത്തിൽ പടം കാണാനുള്ള അവസരങ്ങളൊന്നും ഇല്ലായിരുന്നു. താങ്കളുടെ കോളേജ് ലൈഫിലുള്ള ഒരു ഫോട്ടോ എൻ്റെ പക്കലുണ്ട്. അതിൽ സൽമാൻ ഖാനെ പോലെ താങ്കൾ ഷർട്ടെല്ലാം ഊരിട്ടാണ് നിൽക്കുന്നത്. ഏറ്റവും പുറകെ നിൽക്കുന്ന ആള്. അതെ, പിന്നെ നിൽക്കുന്ന ആള് ഷർട്ടില്ലാതെ. ഇതുപോലെ ഷർട്ടൊക്കെ ഊരി സൽമാൻ ഖാനെ പോലെ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും വന്നില്ലേ? ഇല്ല, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. എനിക്ക് പടങ്ങൾ കാണുന്നതാണ് ഇഷ്ടം, അല്ലാതെ അഭിനയിക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ആശിക്ക എന്ന് പറഞ്ഞത് സ്വപ്നങ്ങൾ കാണുന്ന പോലെയാണ്. എനിക്ക് സ്വപ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ സിനിമയിൽ അഭിനയിക്കുന്നതൊന്നും ഞാൻ സ്വപ്നം കാണാറില്ല. പക്ഷെ സിനിമാക്കാരെ പറ്റി താങ്കൾ കമന്റ് ചെയ്തിട്ടുണ്ട്. ശില്പ ഷെട്ടിയെ പറ്റി താങ്കൾ പറഞ്ഞത് ഫിറ്റർ സ്റ്റാർ ഓഫ് ബോളിവുഡ്. ഫിറ്റ് ഇന്ത്യ ക്യാമ്പിന് വേണ്ടിയിട്ട് ശില്പ ഷെട്ടി അവിടെ വന്നിരുന്നു. ഞങ്ങളുടെ മിനിസ്ട്രിയിൽ വന്നിരുന്നു, ഞങ്ങളെ കണ്ടിരുന്നു. അവര് യോഗ പ്രൊമോട്ട് ചെയ്തു. സോ ഗവൺമെന്റിന്റെ നല്ല പ്രോഗ്രാമിന് വേണ്ടിയും ഫിറ്റ്നസിന് വേണ്ടിയിട്ടും ഹെൽത്ത് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും അസുഖം വരാതിരിക്കാനും ഫിറ്റ് ഇന്ത്യ എന്നത് ഫിറ്റ് രാജ്യമാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഫിലിം സ്റ്റാർസ്, സ്പോർട്സ് സ്റ്റാർസ്, അങ്ങനെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആരായാലും ഒരുപക്ഷെ അവർ ഗവൺമെന്റിന്റെ ക്യാമ്പയിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഞാൻ നന്ദി പറഞ്ഞേ മതിയാകൂ. അതൊരു മര്യാദയാണ്.
പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇതും വളരെ വൈറലായി. അതായത് താങ്കൾ രവീന ടെൻഡറിനോട് പറഞ്ഞെന്ന് തപാങ്കിലേക്ക് വരൂ, എല്ലാ അറേഞ്ച്മെന്റും ഞാൻ ചെയ്തു തരാമെന്ന്. സത്യമാണോ? കാരണം എല്ലാവരും ചിന്തിക്കുന്നത് അവിടെ വലിയ ഹോട്ടലുകളൊന്നും ഇല്ല എന്നാണ്. ഉറങ്ങാനുള്ള സ്ഥലം കിട്ടില്ല. എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുന്നത്? അതുകൊണ്ട് അവിടെ ഏത് ഹോട്ടലാണ് ഉള്ളതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് MP, അതായത് ഞങ്ങൾ ലോക്കൽ തന്നെ ഉള്ളതുകൊണ്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് ആളുകൾ വരണം, ടൂറിസ്റ്റുകൾ വരണം. അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലേ മതിയാകൂ, ഇൻവൈറ്റ് ചെയ്തല്ലേ മതിയാകൂ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണം? ആദ്യം നിങ്ങൾ സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്നു, ഇപ്പോൾ നിങ്ങൾ ലോ മിനിസ്റ്റർ ആണ്. സോ ഇപ്പോഴും നിങ്ങൾ അത്ലറ്റിക്സ്, സ്പോർട്സ് തുടങ്ങിയ താരങ്ങളുമായിട്ട് കണക്ഷനിലുണ്ടോ? അവർക്ക് നിങ്ങൾ സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ? സ്പോർട്സ് എന്റെ പാഷനാണ്. അവിടെ എത്രത്തോളം സ്പോർട്സ് താരങ്ങളുണ്ടോ, വലിയ വലിയ ഒളിമ്പിക്സ് മെഡൽ വാങ്ങിയവർ മുതൽ ചെറിയ ചെറിയ സ്പോർട്സ്മാൻമാര് ഇപ്പോഴാണ് 10-15 വർഷമായിട്ട് അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോഴും കുറേ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊക്കെ എൻ്റെ അടുത്ത് അത്രയും സമയമില്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് 5-10 മിനിറ്റൊക്കെ സമയം കിട്ടും, അവസരം കിട്ടും. അപ്പോഴൊക്കെ അവരോട് വരാൻ ഞാൻ പറയും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എൻ്റെ ഓഫീസിലേക്ക് ഫോൺ ചെയ്യാനും പറയും. സർക്കാരിനെ നോക്കുകയാണെങ്കിൽ മിനിസ്ട്രി എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ കളക്ട് യുവർ റെസ്പോൺസിബിലിറ്റി. മോദിജി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കമ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് ഡിപ്പാർട്ട്മെന്റുകളൊന്നും നടത്താൻ പാടില്ല, എല്ലാം ഒരേ ലക്ഷ്യത്തിൽ വലിയ ടാർഗറ്റ് പ്ലാൻ ചെയ്ത് നടത്തണമെന്ന് പറഞ്ഞു. പല സ്പോർട്സ്മാൻമാരും പ്രശ്നത്തിൽ അകപ്പെടുന്നു, അവർക്ക് വിസ കിട്ടുന്നില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ്മാൻമാര് എന്തെങ്കിലും പ്രശ്നത്തിൽ അകപ്പെട്ടു പോകുന്നു, അവര് നാട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ, അപ്പോൾ അവരെനിക്ക് മെസ്സേജ് ചെയ്യും, ഞാനുടൻ തന്നെ അവരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യും. സോ ആ സ്പോർട്സ്മാനുമായിട്ടുള്ള എനിക്കുള്ള ബന്ധം ഇത് മിനിസ്ട്രി വഴിയൊന്നും ഉണ്ടായതല്ല, അതെന്റെ ഇൻട്രസ്റ്റും പാഷനും കൊണ്ട് ഉണ്ടായതാണ്. അത് ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ ഈ മല്ലയുദ്ധത്തിൽ ജയിച്ചവർ, മെഡൽ വാങ്ങിച്ച റെസ്ലേഴ്സ്, അവരൊക്കെ ധർണ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അവരും താങ്കളെ പ്രശംസിച്ചോ? ഈ പോരാട്ടം നടക്കുന്ന സമയത്തൊന്നും ഞാൻ അതിന്റെ ഇടയ്ക്ക് കയറാറില്ല. അതൊക്കെ വേറെ കാര്യമാണ്. ഫെഡറേഷൻ, സ്പോർട്സ്മാൻ ഒക്കെ അവർക്കിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ സ്പോർട്സ് മിനിസ്റ്റർ ഒന്നും അല്ലല്ലോ. സോ ഇതുപോലുള്ള കാര്യങ്ങൾക്കിടയിലൊന്നും ഞാൻ കയറാറില്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷേ ഫിറ്റ്നസിനെ കുറിച്ച് താങ്കൾ ഇടുന്ന വീഡിയോ ഒക്കെ വളരെയധികം വൈറലാവുന്നുണ്ട്. ഞാൻ സ്പോർട്സ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഇട്ടതാണ്. അതുപോലെ ഫിറ്റ് ഇന്ത്യയുടെ സമയത്തും ഞാൻ ഇട്ടിരുന്നു. ഇപ്പോഴൊക്കെ ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല, അതിനുള്ള സമയം എനിക്കില്ല. സർ, എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം താങ്കളുടെ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണെന്നുള്ള കാര്യം. അതിലൊരു സോങ് ഉണ്ട്, തേരെ ജസ യാർ കഹ എന്നുള്ളത്. ആ സോങ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാൻ സാധിക്കുമോ പ്ലീസ്? അയ്യോ, നോക്കൂ, ഇത് ആപ്കി അദാലത്താണ്. ജഡ്ജി സാറിന്റെ അനുവാദമില്ലാതെ ഞാൻ പാട്ട് പാടുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ശിക്ഷ ലഭിക്കുകയും ചെയ്യും. ഇല്ല, നിങ്ങൾ പാടിക്കോളൂ, ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾ പാടിക്കോ. താങ്കളുടെ പാട്ട് കേൾക്കാൻ ജഡ്ജിയും വളരെ ആകാംക്ഷയോടെ ഇരിക്കുക. അവിടെ ഞങ്ങളുടെ അരുണാചൽ പ്രദേശിൽ യങ് ഓഫീസേഴ്സൊക്കെ വന്നിരുന്നു. അവരെ വെൽക്കം ചെയ്യാനായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ 2-3 ലൈൻ പാടിയിരുന്നു. तेरे जैसा यार कहाँ कहाँ ऐसा याराना, याद करेगी दुनिया तेरा मेरा अफसाना. അത്രേ ഉള്ളൂ സാർ. കിരൺ സാർ, താങ്കൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെയധികം ട്രാവൽ ചെയ്യുന്നുണ്ട്, അരുണാചൽ പ്രദേശിൽ പോകുന്നുണ്ട്, ബോർഡറിലേക്ക് പോകുന്നുണ്ട്, പാട്ടും പാടുന്നുണ്ട്, ഫിറ്റ്നസ് വീഡിയോയും ഇടുന്നുണ്ട്. അപ്പോൾ താങ്കൾ എപ്പോഴാണ് ജോലി ചെയ്യുന്നത്? ഫിറ്റ്നസ്, പിന്നെ അതിന്റെ ആക്ടിവിറ്റീസ്, ഇതൊരു വലിയ വിഷയം തന്നെയാണല്ലോ. ഒരാൾ ഫിറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ജോലി ചെയ്യുക? പക്ഷേ ഓൺ സീരിയസ് നോട്ട്, ഒരു കാര്യത്തിൽ വളരെ ആഴത്തിൽ അതിനകത്ത് ഇൻവോൾവ് ആകണമെങ്കിൽ ആ കാര്യം പുറത്ത് കാണിക്കാൻ പാടില്ല. നമ്മൾ അതിന്റെ നടുവിൽ ഗ്യാപ്പിൽ പബ്ലിക് മീറ്റിംഗ് ചെയ്യുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഗ്യാപ്പിൽ നമ്മളൊരു അഡ്വഞ്ചർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രോഗ്രാം വിട്ടാൽ അതാണ് മനസ്സിലാവുക. അതിന്റെ ഇടയ്ക്ക് നമ്മൾ പൂർണ്ണമായും ഡിവോട്ടഡ് ആയിട്ട് ഫയൽ ചെയ്യുന്നു, ആലോചിക്കുന്നു, റിവ്യൂ ചെയ്യുന്നു. അതെങ്ങനെ പുറത്തറിയും? നമ്മൾ സെക്രട്ടറിയോട് ചേർന്ന് വളരെ വലിയ ഡിസ്കഷൻ നടത്തുന്നു. അതൊക്കെ എങ്ങനെ അറിയാനാണ്? സോ നമ്മൾ ചെയ്യുന്ന ജോലികൾ പുറത്താർക്കും അറിയില്ല. സോ നമ്മൾ ഗ്യാപ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് പുറത്തറിയുന്നത്. അതർവൈസ് ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, 16 മണിക്കൂർ നമ്മൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ, അതിൽ ഈവൻ ജനങ്ങളെ കാണുന്നത്, പബ്ലിക് മീറ്റിംഗ് പോകുന്നത്, അത് 30% ആയിരിക്കും. 70% മിനിസ്ട്രിയിൽ ഇരിക്കുന്നതാണ്.
അതിനുശേഷം ഇന്റേണൽ പാർട്ടീസ് വീട്ടിൽ കണ്ടുമുട്ടുന്നത് അങ്ങനെയൊക്കെയുള്ളതാണ്. താങ്കൾ ഇത്രത്തോളം ബിസി ആയിരിക്കുന്നത് കൊണ്ട് ആർക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളതെന്നുള്ള ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ താങ്കളെ കാണിക്കാം. How can that be, Papa? My grandparents even doesn't come. They live in far village. Oh. All right, I'll try to come. I'm so busy these days. What to do? You have office, but still you say to your boss that I have to come to my daughter's school. മകളെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി താങ്കളുടെ ബോസിനോട് ലീവ് ചോദിക്കാനാണ് അവൾ പറയുന്നത്. ഇത് 4 വർഷം മുമ്പുള്ള വീഡിയോയാണ്. ആക്ച്വലി ഞാൻ മകളുടെ ഗ്രാൻഡ് പേരൻസ് ഡേക്കൊന്നും സ്കൂളിൽ പോകാറില്ല. സോ അവളോട് ടീച്ചർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോവാ. അതുകൊണ്ട് 2-3 ദിവസം എൻ്റെ കൂടെ സ്കൂളിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അന്ന് രാത്രി ഞാൻ ഈ വീഡിയോ വളരെ കോമഡിയായിട്ട് എടുത്തു. ആ സമയത്ത് അവള് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അതെ നിങ്ങളുടെ ബോസിനോട് ലീവ് ചോദിക്കുക, നിങ്ങളുടെ മകളുടെ സ്കൂളിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലീവ് ചോദിക്കാനാണ് പറഞ്ഞത്. സോ നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് ഒരു കാര്യം വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ട. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഫോറിൻ കൺട്രീസിലൊന്നും കറങ്ങാൻ പറ്റില്ലല്ലോ, അത് നടക്കുന്ന കാര്യമില്ല. സോ അവർ പറയുന്നത് ബോസ്, അതായത് പ്രധാനമന്ത്രി മോദിജിയാണ് പറയുന്നത്. അവര് പറയുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രി പെണ്ണാണെങ്കിൽ അവര് സമ്മതിക്കുമെന്നാണ് പറയുന്നത്. നല്ല കോമഡിയല്ലേ. പക്ഷേ ഒരു കാര്യം വളരെ നന്നായിട്ട് അറിയാം, മോദി അദ്ദേഹത്തിന്റെ മന്ത്രിമാരെ ഉറങ്ങാൻ അനുവദിക്കില്ല, റെസ്റ്റ് എടുക്കാൻ അനുവദിക്കില്ല, ശരിക്കും പണിയെടുപ്പിക്കുമെന്ന് കേട്ടു. അതുകൊണ്ടാണ് ഇന്ന് നാട് പുരോഗമിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ സമയത്തോ അതിന് മുൻപത്തെ സമയം നോക്കിയാലോ നിങ്ങൾക്ക് മനസ്സിലാകും ഈ മിനിസ്റ്റേഴ്സൊക്കെ വേനൽക്കാലത്ത് വെക്കേഷന് പോകുമായിരുന്നു, ഫാമിലിയെ കൂട്ടി യൂറോപ്പിൽ പോകുമായിരുന്നു, വേറെ എവിടെയെങ്കിലും ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യായിരുന്നു. 2014 ശേഷം ഈ വെക്കേഷൻ, ഹോളിഡേ ഇതൊക്കെ എൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് കാണാതെ പോയിരിക്കുന്നു. കാരണം ഒരുപാട് ജോലികളുണ്ട്, തീർത്ത ജോലികൾ ചെയ്യാനുണ്ട്. PM-ന്റെ 1 മിനിറ്റ് പോലും അദ്ദേഹം വേസ്റ്റ് ചെയ്യില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാനെങ്ങനെയാണ് ടൈം വേസ്റ്റ് ചെയ്യുക? അതുകൊണ്ട് നമ്മുടെ രാജ്യം 2047 വരെയും സാമ്പത്തിക രാജ്യമായി മാറാനായിട്ട്, വളരെ ശക്തിയുള്ള രാജ്യമായി മാറാനായിട്ട് മോദിജിയുടെ പ്ലാൻ അതേപടി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല ശ്രദ്ധ വേണം. ഇങ്ങനെയുള്ള സമയത്ത് ഞങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ മറന്നേ മതിയാകൂ. ഇപ്പോൾ രാജ്യത്തിലെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചേ മതിയാകൂ. കിരൺ സാർ, ഇപ്പൊ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ ദിവാകർ സാറിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വിചാരണ നടത്തിയത് ലോ മിനിസ്റ്റർ കിരൺ റിജിജുവിനോടാണ്. സാർ, താങ്കളോട് ഞാൻ ചൈനയെക്കുറിച്ച് ചോദിച്ചു, അത് വളരെ സെൻസിറ്റീവ് കേസാണ്. നിയമത്തിനെക്കുറിച്ച് ചോദിച്ചു, അത് വളരെ സെൻസിറ്റീവായ കാര്യമാണ്. താങ്കളുടെ സമയത്തെക്കുറിച്ച് ചോദിച്ചു, സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിനെ കുറിച്ച് ചോദിച്ചു. താങ്കൾ എല്ലാ ചോദ്യങ്ങൾക്കും സത്യസന്ധമായും വ്യക്തമായും ഉത്തരം നൽകിയിരിക്കുകയാണ്. ഇപ്പോ ആപ്കെ അദാലത്തിൽ നമ്മുടെ ജഡ്ജിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് കിരൺ സർ അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങൾക്കും വളരെ ക്ലിയർ ആയിട്ട് തന്നെ വളരെ ശക്തമായ മറുപടികൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിറയെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും സത്യമാണ്. പക്ഷേ ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നുപോകുന്ന ഒരാൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയാനും ചിലപ്പോൾ മടിക്കാറുണ്ട്. അത് മറ്റുള്ളവരെക്കുറിച്ചുള്ള അമിതമായ ഭയം കാരണമാണ്. ഇന്നും നമ്മുടെ ഭരണഘടനയിൽ കൊളീജിയം സിസ്റ്റത്തിന് വലിയ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഇത് ജനാധിപത്യമാണ്, അതിനെപ്പറ്റി സംസാരിക്കാം. പക്ഷേ ബേസിക് സ്ട്രക്ചർ ഇനിയും ഡിഫൈൻ ആയിട്ടില്ല എന്നും പറയാം. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയും ഡിസ്കഷൻസ് നടക്കണം. ഈ നീതിപീഠത്തിൽ ജനങ്ങളുടെ അഭിഭാഷകൻ എന്താണ് പറഞ്ഞതെന്നാൽ, നിങ്ങൾ സുപ്രീം കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതിന്റെ സെൻസിറ്റിവിറ്റിയെ പറ്റി നിങ്ങൾക്ക് വലിയ അറിവൊന്നുമില്ല എന്നും പറഞ്ഞു അദ്ദേഹം. കൂടെ ഈ ഒരു ആരോപണവും ഉന്നയിച്ചു. പക്ഷേ ഈ നീതിപീഠം അതൊരു ബലഹീനതയായിട്ട് കണക്കാക്കുന്നില്ല. കാരണം നിങ്ങൾ ഇൻസൈറ്റഡ് ആയതിനു ശേഷം എന്നാലും നിങ്ങൾക്കൊക്കെ റീഫോംസിനെ പറ്റി സംസാരിക്കാൻ സാധിക്കൂ. കിരൺ റിജിജു സാർ പറയുന്നത് അദ്ദേഹത്തിന് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ബാധിച്ചിട്ടില്ല എന്നൊക്കെയാണ്. ഇപ്പോ അവസ്ഥ എന്താണെന്നാൽ നീതിപീഠങ്ങളിലൊക്കെ വലിയ വലിയ വക്കീൽമാരുടെ ആധിപത്യമാണ് നടക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ സ്റ്റാർ സെഷൻ, അതായത് പല നീതിപീഠ അധിപന്മാരും ശരിയായ ഡിസിഷൻസ് തരുന്നുണ്ട്. എന്നാൽ ഈ ഡിസിഷൻസ് എല്ലാം തന്നെ ഫൈനൽ വെർഡിക്റ്റിനകത്ത് വരുന്നതുമില്ല. അങ്ങനെ പറയുന്നതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? ഇതൊക്കെ സംസാരിക്കുക തന്നെ വേണം. അതോടൊപ്പം മറ്റൊരു കാര്യം, ആരൊക്കെ കമ്മിറ്റഡ് ജുഡീഷ്യറിയെ പറ്റി സംസാരിക്കുന്നുവോ അവരെല്ലാം
ഒരേ സമയം 3 വലിയ വലിയ നീതിപീഠ അധിപന്മാരെ സൂപ്പർസീഡ് ചെയ്തിട്ട് അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടവരെ, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരെ ആ പൊസിഷനിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. അതുകൊണ്ടൊക്കെ ഈ കുറ്റാരോപണങ്ങൾ നമ്മൾ സീരിയസ് ആയി എടുക്കണം. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ കോർട്ട് ആരോപണങ്ങളിൽ നിന്ന് മുക്തനാക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രമുണ്ട്. ഇപ്പോ എങ്ങനെയാണോ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലുള്ളവർ, അതായത് നോർത്ത് ഈസ്റ്റിലെ ജനങ്ങൾ നമ്മൾ സംസാരിക്കുന്ന അത്രയും തന്നെ ഹിന്ദി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ബുദ്ധിസത്തിന്റെ വളർച്ചയിലും അതൊരു വലിയ നിർണായക ഘടകം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ നീതി എല്ലാവർക്കും എപ്പോഴും ഒരു വ്യത്യാസവുമില്ലാതെ സമമായിട്ട് കിട്ടണം. ആ ഒരു ശ്രമത്തെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. കിരൺ റിജിജു ഇന്നിവിടെ എത്രത്തോളം ശക്തമായി സംസാരിച്ചുവോ അതുപോലെ തന്നെ ജീവിതം മുഴുവനും അദ്ദേഹം വ്യക്തതയോടുകൂടി സംസാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം കഷ്ടപ്പെടുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. 2047 അദ്ദേഹം കണ്ട സ്വപ്നം പൂർത്തിയാകുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആപ്കി അദാലത്തിൽ അടുത്ത പ്രോഗ്രാമിൽ നമ്മൾ വീണ്ടും കാണും, അടുത്ത പുതിയൊരു അതിഥിയോടൊപ്പം. നന്ദി, നമസ്കാരം.